بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، وما توفيقي إلا بالله. عليه توكلت وإليه أنيب. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. പെരിപ്പം പാടപ്പെല്ലാം ഓരോ മുത്താലേ, പെരിയോനമിത് തൻ ഖുദ്റത്താലേ, അരിപ്പം മീകും ആലം അർവാഹകി, ആലം മിസാൽ ആലം അജ്സമകി, അരശ് പുരൈന്തലം ഇൻസാനാക്കി, അതിലനേകം സിററിവുമാക്കി, ഉരയും മിനന്നസുതിലൽ ജംഹൂതി, ഉഗമേ പാലേ ഗൈബാഗീനെ ആലത്തിൽ, ഗീനെ ആലത്തിൽ. ആക്കി അഹ്മദും മുഹമ്മദും നേ, അരിമാ തിരുപേർബെ തവൻ പുകഴ്ന്നേ, ആക്കം അർവാഹും പല ഖൽഖിലേ, അവരാൽ ഗുണം കിട്ടി സർവ്വതിലേ, ഹാക്കിമരുൾ കാലം ഗൈബ് തന്നിൽ, ഹഖം റസൂൽക്കെല്ലാം ഉദിത്ത് മുന്നിൽ, ഉക്കിൽ ഷഹാദയിൽ നബികൾ പിന്നിൽ, ഉദിപ്പി ചൂടയവൻ തീഹാമു മന്നിൽ, തീഹാമു മന്നിൽ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക പ്രബോധകരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, ഈ കൊച്ചുവറ്റമുക്കി എന്ന് പറയുന്ന ഈ നാട്ടിൽ ബുർദ എല്ലാ മാസവും പല വീടുകളിലായി ബുർദ ചൊല്ലപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാകുന്ന
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്നതായ മദ്ഹുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷതകൾ പദ്യരൂപത്തിൽ പഴയ കാലം മുതൽക്ക് തന്നെ ചൊല്ലപ്പെടാറ് പതിവുണ്ട്. അതാണ് ബുർദ എന്ന് പറയുന്നത്. അത് പുതിയ രീതിയിലും പുതിയ ഭാവത്തിലുമെല്ലാം പുതിയ ട്യൂണിലും ഒക്കെ ബഹുമാനപ്പെട്ട ശൈഖുന കുണ്ടൂർ ഉസ്താദ്, മലപ്പുറം ജില്ലക്കാരനായ കുണ്ടൂർ ഉസ്താദിന്റെ അനുഗ്രഹീതമായ ഇടപെടലിന് ശേഷമാണ് ഇതൊരു ജനകീയമായ, ജനങ്ങൾ ഏറ്റെടുത്ത വലിയൊരു പൊതുവായ ഒരു ജനകീയമായ വിഷയമായി വന്നത് ഇപ്പോഴാണ്. ഒന്നുകൂടെ അതിന്റെ സൗണ്ട് റാഹത്തായ നിലക്ക് ആക്കിയാൽ. അപ്പൊ ഈ വെറ്റമുക്ക്, കൊച്ചു വെറ്റമുക്ക്, അല്ലാഹു തആല എല്ലാ മാസവും ഓരോ വീടുകളിൽ നടക്കുന്ന, ഈ നാട്ടിൽ ഓരോ വീടുകളിൽ നടക്കുന്ന ഈ ബുർദയുടെ മജ്ലിസ്, അതുപോലെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന ബുർദ എന്ന് പറയുന്ന വലിയ മജ്ലിസ്, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടുന്ന വലിയ മജ്ലിസാണ്. ആ മജ്ലിസിൽ പറയുന്നത്, ബുർദയിൽ പറയുന്നത്, അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്ത ദംഅൻ ജറാ മിൻ മുഖലത്തിൻ ബിദമി അമിൻ തദക്കുരി ജീറാനിൻ بذي سلمي مزجت دمعا جرى من مقلة بدمي أم هبت الريح من تلقاء كاظمة وأومض البرق في ظلماء من إظامي. മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മണ്ണിനെ പറ്റിയും അവിടുന്ന് വഫാത്തായി കിടക്കുന്ന മദീനയിലെ മണ്ണിനെ പറ്റിയും അവിടുത്തെ മാതാപിതാക്കളെ സംബന്ധിച്ചും ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപ്പൂപ്പമാരെ സംബന്ധിച്ചും ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതങ്ങളെ കുറിച്ചും ജീവിത ശൈലിയെ പറ്റിയും അവിടുത്തെ സ്വഭാവത്തിനെ പറ്റിയും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് മഹാനായ ഇമാം ബൂസീരി തങ്ങൾ രചിച്ച വലിയൊരു കാവ്യം ആണ് ബുർദ എന്ന പേരിൽ നമ്മൾ പറയുന്ന ആ കാവ്യം. അത് വലിയ ബറക്കത്തുള്ള കാവ്യമാണ്. പള്ളികളിലും മദ്രസകളിലും ദീനീ സ്ഥാപനങ്ങളിലും വീടുകളിലൊക്കെ കടകളിലും മറ്റു പല കേന്ദ്രങ്ങളിലും, അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തെ എല്ലാ സ്ഥലത്തും, പ്രത്യേകിച്ച് അറബ് നാടുകളിൽ വിപുലമായ ആയിരക്കണക്കായ ആളുകൾ പങ്കെടുക്കുന്ന വളരെ ആവേശഭരിതരായ വിശ്വാസികൾ ആവേശത്തോടുകൂടി ചൊല്ലുന്ന മജ്ലിസുകൾ ഗൾഫ് നാടുകളിൽ അടക്കം എല്ലാ അറബ് നാടുകളിലും ഉണ്ട്. നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന മജ്ലിസ് അതിന്റെ 14ാമത്തെ വാർഷികമാണ്. ആ മക്കളൊക്കെ സദസ്സിൽ വന്നിരിക്കണം. പ്രിയപ്പെട്ട കുട്ടികളെല്ലാവരും മോനെ സദസ്സിലേക്ക് വന്നിരിക്കണം ഇൻഷാ അല്ലാഹ്. എല്ലാവരും എഴുന്നേൽക്കോ? എല്ലാവരും എഴുന്നേറ്റാൽ വലിയൊരു സന്തോഷമാണ്. അല്ലാഹു എല്ലാവരെയും ഖൈറായ നിലക്ക് ഖൈറായ വിഷയത്തിൽ മുന്നിലേക്ക് എത്തിക്കണേ അല്ലാഹ്. എല്ലാ വിഷയത്തിലും വലിയ പുരോഗതി നൽകണേ അല്ലാഹ്. ആ ബാക്കിലിരിക്കുന്ന പ്രിയപ്പെട്ട ഇക്കമാരൊക്കെ, എല്ലാ കുട്ടികളും വലിയവരൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് മുന്നിലേക്ക് വരണം. കസേര ആരും കയ്യിൽ പിടിക്കരുത്, എല്ലാരും മുമ്പിലേക്ക് വരണം. അല്ലാഹു തആല വലിയ ബറക്കത്തായ മജ്ലിസാക്കണേ അല്ലാഹ്. ആ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ബാക്കിൽ, അൽഹംദുലില്ലാഹ്. എന്റെ കൂടെ ഇരിക്കുന്ന, സ്റ്റേജിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കൊട്ടുകാട്ടുകാരായ സഹോദരങ്ങൾ, അവരുടെ പ്രിയപ്പെട്ട പിതാവ് മുഹമ്മദ് കുട്ടി എന്നവർ ഈ റജബ് മാസത്തിലാണ്, റജബ് മാസം 18
വഫാത്തായത്. 41 വർഷം മുമ്പ് അതുപോലെ ഈ വെറ്റമുക്ക് എല്ലാരും ഇരിക്കും മോനെ, എല്ലാരും ഇരിക്കും. ഈ വെറ്റമുക്ക് എന്ന് പറഞ്ഞാൽ ഈ ജമാഅത്ത്, ഇവിടുത്തെ ജമാഅത്ത് ഏതാണ്? 2 ജമാഅത്തുണ്ട്. പോലൂക്കര, പുതുശ്ശേരി, കൊറ്റവുണ്ട്. ഈ 2 ജമാഅത്തിലും ഒരുപാട് മുഅ്മിനീങ്ങൾ അന്തി ഉറങ്ങുന്നുണ്ട്. ഖബർസ്ഥാനിൽ, മഖ്ബറകളിൽ, ശ്മശാനങ്ങളിൽ, മുഅ്മിനീങ്ങളുടെ ശ്മശാനങ്ങളിൽ ഒരുപാട് മഹാന്മാരും മഹദികളും ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ ഉപ്പൂപ്പമാർ, ഉമ്മൂമ്മമാർ അവിടെ അന്തി ഉറങ്ങുന്നുണ്ട്. സുഹൃത്തുക്കളെ, അവരെ ഹദറത്തിലേക്ക് അവർക്ക് ഖൈറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ നാളെ മരിക്കാനുള്ളവരാണ്. നമ്മൾക്കും ഖൈറ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല മജ്‌ലിസുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ വീടുകളിൽ, പല പല വീടുകളിലും ഈ ബുർദ ചൊല്ലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസാത്തുകളാണ് പറയുന്നത്. സറൈത മിൻ ഹറമീൻ ലൈലൻ ഇലാ ഹറമീ കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ-ളുലമി ചൊല്ല് മോനെ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക റിൽ കുല്ലിഹിമി. ഒരുപാട് പിതാക്കൾ മരണപ്പെട്ടു പോയി നമ്മളിൽ നിന്ന്. എന്റെ പ്രിയപ്പെട്ട പിതാവ് അടക്കം ഈ ഇരിക്കുന്ന സഹോദരങ്ങളുടെ പിതാവ് ഉൾപ്പെടെ അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ വന്ന പലരുടെയും പിതാക്കന്മാര് പുതുശ്ശേരി പൊറ്റ ജമാഅത്തിലും, വേറെയുള്ള ജമാഅത്തിന്റെ പേര് പോലൂക്കരയിലും പരിസരങ്ങളിലൊക്കെയും, കൊട്ടുകാട് ജമാഅത്തിലും, വേറെ പല പല ജമാഅത്തുകളിലും നമ്മുടെ വാപ്പമാരന്തി ഉറങ്ങുകയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് നേട്ടമുണ്ടാകാനാണ്, അവരെ ഖബറിൽ വെളിച്ചം ഉണ്ടാകാനാണ്, ഖബറിന്റെ അദാബിൽ നിന്ന് അവർക്കും നമുക്കും രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ത് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പാടുന്നത്. ഈ മദ്ഹ് വീടുകളിൽ ചൊല്ലി വന്നപ്പോൾ പലർക്കും പല മുറാദുകളും ഹാസിലായിട്ടുണ്ട്. അല്ലാഹുവേ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ മദ്ഹാകുന്ന ബുർഉദ്ദ ഉൾപ്പെടെ ഒരുപാട് കിതാബുകളും ഗ്രന്ഥങ്ങളും ഉണ്ടാക്കിയ വലിയ മഹാനാണ് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ബൂസീരി ഇമാം അവിടുത്തെ ലോകപ്രസിദ്ധമായ മാസ്റ്റർ പീസായ ഒരു ഗ്രന്ഥമാണ്, ഒരു കവിതാ സമാഹാരമാണ്, അവിടുത്തെ കാവ്യമാണ് ബുർഉദ്ദ. എന്താ ബുർഉദ്ദയിൽ ഈ മാസത്തിൽ പറയുമ്പോഴത് റജബ് മാസമാണ്. അല്ലാഹു നമുക്ക് ഈ മാസത്തിലും അടുത്ത വരാൻ പോകുന്ന ശഅബാൻ മാസത്തിലും വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. റമളാനിനെ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെയും സലാമത്താക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് റബ്ബേ, യുവാക്കൾക്ക്, യുവതികളായ ഞങ്ങളുടെ മക്കൾക്ക് നല്ല ബുദ്ധി നൽകണേ അല്ലാ. മുഅ്മിനത്തായ മുഅ്മിനീങ്ങളായ സ്ത്രീകളെ, അള്ളാന്റെ ദീനീ ബോധമുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ച് നല്ല റാഹത്തുള്ള കുഞ്ഞുങ്ങളുടെ പിതാക്കളാകാൻ, മാതാക്കളാകാൻ ഞങ്ങളുടെ മക്കൾക്കൊക്കെ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഈ മാസം ഏത് മാസമാണ് മോനെ? ഈ മാസത്തിന്റെ പേരെന്താ അറിയോ ആർക്കെങ്കിലും? റജബ് മാസം. ഏത്? റജബ് മാസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ശഅബാനാണ്. റജബ് ആകുമ്പോഴേ നബി തങ്ങൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ഈ റജബ് മാസത്തിലും അടുത്ത മാസം ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണമെന്ന് ആര് ദുആ ചെയ്യാറുണ്ട്? മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമല്ലേ. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ട്. റജബിലും
അടുത്ത മാസം ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ട്. അതെന്തേ കാര്യം? എല്ലാ മാസത്തിലും ബറക്കത്തില്ലേ? ഉണ്ട്. റജബിൽ അതുപോലെ ശഅബാനിലും പ്രത്യേകമായ ബറക്കത്തുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ ആദ്യമായി ഇറങ്ങുന്നത് അത് റജബ് മാസത്തിലാണ്. ജിബ്രീൽ നബിയിൽ ആദ്യമായി ഇറങ്ങുന്നത് 27 റജബ് മാസമിലാണത്. 27 അന്ന്, ഈ റജബ് 27 അന്നാണ് ഫസ്റ്റ് ആയിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ വന്നത്. ആര് വന്നത്? പറമോനെ, ജിബ്രീൽ അലൈഹിസ്സലാം. കുട്ടികളൊക്കെ ഉത്തരം പറയുന്ന മക്കളാണ്. ആ മക്കളൊക്കെ നല്ല ബറക്കത്തുള്ള മക്കളാക്കണേ അല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം ഫസ്റ്റിൽ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ വന്നത് റജബ് മാസത്തിലാണ്. ആരാ ജിബ്രീൽ? മുന്നിലിരിക്കുന്ന കുട്ടികളാ പറഞ്ഞല്ലേ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ആരാ പറഞ്ഞത്? കൈവെക്കോ. അള്ളാഹു ആ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കണം. നല്ല മക്കളാണത്. ആരാ പറഞ്ഞത്? നല്ല കുട്ടികളാണല്ലോ അത്. അവർക്കൊരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കൈവെക്കോ, കൈവെക്കോ, കൈവെക്കാമോ? അത് അങ്ങോട്ട് പാടാ പോനെ. ആ കൈവെക്കിയ കുട്ടിയോട് വന്ന ഒരു സമ്മാനം കൊടുക്കാനാണ്. മാഷാ അല്ലാഹ്, ഒരു സമ്മാനം ഈ കുട്ടിയാ പറഞ്ഞത്. മാഷാ അല്ലാഹ്. എന്താ പറഞ്ഞത്? എന്താ ഉത്തരം പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ ആരാണ് വന്നത് എന്ന് ചോദിച്ചപ്പോ പറ ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹ്, ജിബ്രീൽ എന്ന മലക്കിനെ കാണാൻ ഈ പൊന്നുമോനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. നല്ല അടുത്ത സമ്മാനങ്ങൾ കൊടുക്കാൻ പോകാനൊക്കെ അവിടെ ഇരുന്ന് ശ്രദ്ധിച്ചോളൂ എല്ലാ കുട്ടികളും. നിന്റെ പേരെന്താ മോനെ? മുസമ്മിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലാ. صدق الله عز وجل جل سبحانه وتعالى. ഖുർആനിലുള്ള പേരാണ് എന്ത് മോനെ? ആ പേര്. ആ മുസമ്മിൽ എന്നുള്ളത് ആരുടെ പേരാ? റസൂലുള്ളാഹിയുടെ പേരാണ്. ആ പേരാണ് ഈ കുട്ടിക്ക്, ഈ കുട്ടിന്റെ ബാപ്പട്ടിട്ടുള്ളത്. ബാപ്പ ഇവിടെ ഉണ്ടോ? ഇല്ല. ബാപ്പയുടെ പേരെന്താ? നാസിം. ഇവിടെ ഉണ്ടോ? നോക്ക്. അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ നോക്കിയാൽ കാണൂലേ? ഉണ്ടോ? ഇല്ല. കണ്ട, വാപ്പല്ലാതെ വാപ്പ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമാകുമായിരുന്നു, പിതാവിന് സന്തോഷമാകുമായിരുന്നു. ഈ കുട്ടിക്കൊരു സമ്മാനം കൊടുക്കാനാണ് അല്ലാഹു തആല ഈ കുട്ടിയെ വിളിച്ചു വരുത്തിയത്. സമ്മാനം കൊടുക്കാനാണ്. കാരണം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പേര് പറഞ്ഞ പൊന്നുമോനാണ്. സമ്മാനം കൊടുക്കല്ലേ? എന്താ വാപ്പയുടെ പേര്? നാസിം. ഉമ്മ വന്നിട്ടുണ്ട് അവിടെ. ഉമ്മ റെഡിയാണ്. അല്ലാഹു തആല നാളെ നല്ല വജീനം കൊടുക്കുന്നുണ്ട് ഉമ്മാക്കും ബാപ്പാക്കും വരാനും. ഇനി വല്ലപ്പോഴും ഇതുപോലൊരു സമ്മാനം തന്റെ മോന്, നമ്മുടെ പ്രിയപ്പെട്ട ഈ കുട്ടിക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പേര് പറഞ്ഞ ഈ പൊന്നുമോന് സമ്മാനം കിട്ടുമ്പോഴ് അല്ലാഹുവേ, ആ ബാപ്പാക്ക്, പിതാവിന്, നാസിം എന്ന പിതാവിന് മജ്ലിസിൽ പങ്കെടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അയാൾ വല്ല ജോലിക്കും പോയതായിരിക്കും. ഉസ്താദേ ഇവിടെ ഇരിക്കാം. ബിസ്മില്ലാഹ്. ഖുലൂ തക്ബീർ. ഈ ക്യാഷ് നൽകിയ ആളിന്റെ വീട് പാല് കാച്ചി അടുത്ത് നടക്കാൻ പോവാണ്. അല്ലാഹു തആല ആ വീടിലും നമ്മളുടെ വീടുകളിലൊക്കെ നമുക്കും വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. നിന്റെ പേര്? മുസമ്മിൽ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബറക്കത്താക്കട്ടെ. ഇനി അടുത്ത ഉത്തരം ഉറക്കെ പറയണം കേട്ടോ, അവിടെ പോയിരിക്കും. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം കുട്ടികളെ സമ്മാനത്തിന്റെ പെരുമഴ വരാൻ പോവാണ്. അതിന് ഉത്തരത്തിന്റെ പെരുമഴ ഉണ്ടെങ്കിലേ സമ്മാനത്തിന്റെ പെരുമഴ ഉണ്ടാവുള്ളൂ. വന്നപ്പോഴും സമ്മാനം കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഫെബ്രുവരി 1-ാം തീയതി പുതുശ്ശേരി മുക്കിലെ അവിടെ നമുക്ക് പുതുശ്ശേരി കോട്ടയിൽ സമ്മാനം കൊടുക്കണം ഇൻഷാ അല്ലാഹ്.
അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ നബിയിൽ ആദ്യമായി ഇറങ്ങുന്നത് 27 റജബ് മാസമിലാണത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ബഹുമാനിച്ചു. ആര്? അല്ലാഹു ബഹുമാനിച്ചു. ഈ മാസത്തിൽ പ്രത്യേകമായി ബഹുമാനിച്ച മാസമാണ്. അതുകൊണ്ട് 27-ാം രാവിനാണ് ആ മിഅ്റാജിന്റെ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതാ നോമ്പന്ന് സുന്നത്തുണ്ട് ഫലവും ഏറെയാ, 60 മാസം നോമ്പ് നോറ്റത് പോലെയാ. തഴവ ഉസ്താദ് പറയുകയാണ്, എന്ത്? നോമ്പന്ന് സുന്നത്തുണ്ട് ഫലവും ഏറെയാ, 60 മാസം നോമ്പ് നോറ്റത് പോലെയാ. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. റജബ് 27-ന്റെ പകലിൽ ഒരാൾ നോമ്പെടുത്താൽ എത്ര മാസത്തെ നോമ്പിന്റെ കൂലി കിട്ടും? 60. എത്ര മാസം? പറ മോനെ. 60. എല്ലാ കുട്ടികൾക്കും അറിയാം. 60 എന്ന് പറഞ്ഞാൽ എത്രയാ മലയാളത്തിൽ? എത്രയാ? 20, 30, 30, 40, 40, 40, 50, 50, 50, 60, 60, 60. അപ്പൊ 60 മാസം നോമ്പെടുത്ത കൂലിയുള്ള, അതെ, റജബ് 27-ന്റെ അന്ന്, ഈ മാസം മിഅ്റാജിന്റെ ദിവസം അന്ന് നോമ്പെടുത്താൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ 60 മാസം നോമ്പെടുത്ത കൂലിയുണ്ട്. കണ്ടോ? ഇത്രയും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇത്രയും കൂടുതൽ ഒരു സുന്നത്ത് നോമ്പിന് ഇത്രയും വലിയ പുണ്യങ്ങൾ വേറെ ഏതെങ്കിലും സുന്നത്ത് നോമ്പിന് ഇതുപോലെ പുണ്യമുണ്ടോ? ഉള്ളതായി നമ്മുടെ അറിവിലില്ല. ഈ സുന്നത്ത് നോമ്പ് നോറ്റാൽ യൗമുൽ മിഅ്റാജ് എന്നാണ് ആ ദിവസത്തിന് പറയുക. മിഅ്റാജിന്റെ ദിവസം എന്നാണ് പറയുക. ആ മിഅ്റാജിന്റെ ദിവസത്തിൽ സുന്നത്ത് നോമ്പ് നോറ്റാൽ എത്രയാ? 60 മാസം നോമ്പെടുത്ത കൂലിയാണ്. അത്രയും വലിയ കൂലിയുള്ളതായ, പ്രതിഫലമുള്ളതായ ഒരു സുന്നത്ത് നോമ്പ് വേറെ കാണാൻ കഴിയൂല. 60 മാസം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലായി? എത്ര വർഷമായി? അറിയോ? എത്ര വർഷമായി? ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. അപ്പൊ 60 മാസം എന്ന് പറഞ്ഞാൽ എത്ര? 60 മാസം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലാണ്? 5 കൊല്ലമാണ്. ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. അപ്പൊ 60 മാസം എന്ന് പറയുന്നത് 5 വർഷമാണ്. അപ്പൊ 5 വർഷം നോമ്പെടുത്ത കൂലിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരിമാരെ, റജബ് 27-ന് നോമ്പെടുത്താൽ 5 വർഷം നോമ്പെടുത്ത കൂലിയാണ്. എന്താ ഇത്ര വലിയ കൂലി കിട്ടാൻ കാരണമെന്നറിയുമോ? അതാണ് ബഹുമാനപ്പെട്ട ബുർദയിൽ ആ ബൈത്തിൽ പറഞ്ഞത്, സറൈത മിൻ ഹറമീൻ ലൈലൻ ഇലാ ഹറമീൻ كما سار البدر في تاج من ظلامي جل مولاي صل وسلم دائما أبدا على حبيبك. അല്ലാഹു നമ്മൾ ഈ ചൊല്ലിയ സ്വലാത്തിനെ കബൂലാക്കണേ അല്ലാഹ്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി, രാത്രിയിൽ ഒരു ദിവസം രാത്രിയിൽ
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മൂത്താപ്പയുടെ മകളെ വീട്ടിൽ പോയതാണ്. ഏതോ ഒരു ആവശ്യത്തിന് പോയതാണ്. മൂത്താപ്പ ആരാണ്? റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ജ്യേഷ്ഠനാണ്. റസൂലുള്ളാന്റെ ബാപ്പയായ അബ്ദുള്ള എന്നവരുടെ ജ്യേഷ്ഠ സഹോദരനായ അബൂ ത്വാലിബ് എന്നവരാണ്. ആ അബൂ ത്വാലിബിന്റെ മകളായ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്ത് വരികയാണ്. ലോകത്തെ ഏറ്റവും വലിയ സ്പീഡുള്ള വാഹനം ഏതാണ്? അത് ബുറാഖാണ്. ആ ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംസം വെള്ളം കൊടുത്തു. അതുപോലെ തന്നെ റസൂലുള്ളാഹിക്ക് പൊന്ന് കാണിച്ചു കൊടുത്തു, സ്വർണം കാണിച്ചു കൊടുത്തു. ഹബീബായ തങ്ങള് പൊന്ന് വേണ്ട എന്ന് പറഞ്ഞു. ഹബീബായ തങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ പോകാൻ ഒരുങ്ങുകയാണ് ഇസ്രായിലേക്ക്. ഇസ്രാ എന്ന് പറയുന്നത് ഏതാണ്? മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയാണ് ഇസ്രാ എന്ന് പറയുന്നത്. അതുപോലെ ആ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 ആകാശത്തേക്കും അതിന്റെ അപ്പുറത്തേക്ക് ലൗഹിലേക്കും പിന്നെ ഖലമിലേക്കും കുർസിലേക്കും അർശിലേക്കും അങ്ങനെ അങ്ങനെ കേറിപ്പോയി അല്ലാഹുവിന്റെ റസൂല്. അങ്ങനെ കേറിപ്പോയ ആ യാത്രക്ക് എന്താ പേര് പറയാ? അതിന് മിഅ്റാജ് എന്ന് പറയാം. അപ്പൊ ഇസ്രാവും മിഅ്റാജും തമ്മിലുള്ള എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് മനസ്സിലായോ എന്ന് അറിയൂല. ഇസ്രാവും മിഅ്റാജും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇസ്രാ എന്ന് പറഞ്ഞാൽ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അതേ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് ഭൂമിയിലൂടെയുള്ള യാത്രയാണ്. അതാണ് ഏത് ഇസ്രാ എന്ന് പറയുന്നത്. ആ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അല്ലാഹു തആല പറയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം من المسجد الحرام إلى المسجد الأقصى إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير صدق الله عز وجل. جل سبحانه وتعالى لا إله إلا هو جل سبحانه وتعالى لا إله إلا هو سبحان الذي أسرى. അള്ളാഹുവിന്റെ പരിശുദ്ധി വലിയ പരിശുദ്ധിയാണ്. അല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈല, ഒരു രാത്രിയുടെ വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട്, ഒരു നിമിഷം പോലും ആവശ്യം വന്നിട്ടില്ല, ഒരു സെക്കൻഡ് പോലും ആവശ്യം വന്നിട്ടില്ല. അത്രയും വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ അതാ ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്ത് നിന്ന് കയറുകയാണ്. ആ വാഹനപ്പുറത്തിലേക്ക് കയറുകയാണ് മക്കയിൽ നിന്ന്. മൂത്താപ്പയുടെ മകളെ വീട്ടിലിരിക്കുമ്പോഴാണ്, അബൂ ത്വാലിബിന്റെ മോളായ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹായുടെ വീട്ടിലിരിക്കുമ്പോഴാണ് ജിബ്രീൽ വന്നിട്ട് കൊണ്ടുപോകുന്നു അള്ളാഹുവിന്റെ റസൂലിനെ. എങ്ങട്ടാ മോനെ കൊണ്ടുപോയത്? മക്കയിലെ മസ്ജിദുൽ ഹറാം എന്ന പള്ളിയിൽ നിന്ന്. എങ്ങട്ടാ കൊണ്ടുപോയത്? രക്ഷിതാക്കളൊക്കെ പറ. എങ്ങട്ടാ കൊണ്ടുപോയത്? മസ്ജിദുൽ അഖ്സയിലേക്ക്. എങ്ങട്ടാ കൊണ്ടുപോയത്? അഖ്സയിലേക്ക്. ആ യാത്രയുടെ പേരെന്താ? ശരിയാണ്, ഉറക്കെ പറ മോനെ. ഇസ്രാ. മോനെ എന്ന് പറഞ്ഞാൽ എന്നെ പോലത്തെ താടി മീശൻ നരച്ചു പോയ ആൾക്കാരൊക്കെ മോൻ തന്നെയാണ്. ഒക്കെ വാപ്പാടി ഇമ്മാടി മക്കൾ തന്നെയാണ്. എല്ലാ മോനും ഉത്തരം പറയാവുന്നതാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ബറക്കത്തിലാക്കുമാറാകട്ടെ. ക്യാമറാമാൻ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്യാമറാമാനെ നോക്കണ്ട. അപ്പൊ ആ യാത്രയാണ്
മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയാണ് ഇസ്രാ എന്ന് പറയുന്നത്. ഇതെന്തിനാ അങ്ങനെ ഒരു യാത്ര ഉണ്ടായത്? എന്തിനാണ് അങ്ങനെ ഒരു വാഹനപ്പുറത്ത്, ഏറ്റവും വലിയ സ്പീഡുള്ള വാഹനപ്പുറത്ത് അള്ളാന്റെ റസൂലിനെ കയറ്റിയത്? എന്തിനാണ് അങ്ങനെ വിവിധ രാഷ്ട്രങ്ങൾ, ഇപ്പോഴത്തെ കണക്കിൽ ഇതൊക്കെ ഓരോ രാഷ്ട്രങ്ങളാണ്, ആ രാഷ്ട്രങ്ങളിലൂടെ റസൂലുള്ളാഹിനെ സഞ്ചരിപ്പിച്ചു. അല്ലാഹ് പറയാണ് ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ആ റസൂലുള്ളാഹിക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാനാണ് നബിയെ. അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ മുഴുവനും കാണിക്കാനാണ്. ഇതെന്തിനാ അങ്ങനെ ഒരു സംഭവം എന്നറിയുമോ? ഹബീബായ തങ്ങൾക്ക് നുബുവത്ത് കിട്ടി, 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം കിട്ടി. അതായത് പ്രവാചകത്വം കിട്ടുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ തൗഹീദിലേക്ക് വിളിക്കാനുള്ള ഓർഡർ കിട്ടി, ജനങ്ങളെ ദീനിലേക്ക് വിളിക്കാനുള്ള ഓർഡർ കിട്ടിയപ്പോഴ് ഹബീബായ തങ്ങൾക്ക് 40 വയസ്സുണ്ട്. ഓക്കിൽ ഷഹദയിൽ നബികൾ പിന്നേൽ, നബികൾ പിന്നേൽ ഉദിപ്പിച്ചുടയവ തിഹാമ് മന്നിൽ, തിഹാമ് മന്നിൽ, മന്നിൽ നബി വന്ദേ റഹ്മത്തോളം, റഹ്മത്തോളം മന്നാൻ നിറുത്തി നാൾ ഖിയാമത്തോളം, ഖിയാമത്തോളം. നന്നായി നബിക്കായെ ഉമർ 40-ൽ, ഉമർ 40-ൽ നബി പാട്ടവും നണ്ടി മോറൈതാടത്തി, മോറൈതാടത്തി. അന്നാൾ ഖുറൈശിയിൽ തലവർക്കുള്ളേ, തലവർക്കുള്ളേ അരിശം ശദീദായി നബിയെ കൊള്ളേ, നബിയെ കൊള്ളേ. മന്നർ റസൂലോട് ചീളും കാലത്ത് മറുത്തേ തല്ലത്തെല്ലാം വീളും വീളിത്തേ, വീളും വീളിത്തേ. നന്നായി നബിക്കായ ഉമർ 40-ൽ, ഉമർ എന്ന് പറഞ്ഞ വയസ്സ് എന്നർത്ഥം. റസൂലുള്ളാഹിക്ക് 40-ാമത്തെ വയസ്സായപ്പോഴ് അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ നബി തങ്ങൾക്ക് കിട്ടുകയാണ്, ലഭിക്കുകയാണ്. നമ്മള് മദ്രസയിൽ പഠിക്കുന്നില്ലേ, ഉമ്മമാര് പഠിപ്പിക്കുന്നില്ലേ? ഹബീബായ തങ്ങൾക്ക് റസൂലുള്ളാഹിക്ക് 40 വയസ്സാകുമ്പോ നുബുവത്ത് കിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 40 വയസ്സിന്റെ മുമ്പ് റസൂലുള്ളാഹിക്ക് ഒരു പുണ്യമില്ല എന്നല്ല, ഒരു മഹത്വമില്ല എന്നല്ല. അങ്ങനെ പറയുന്ന ചില മുസ്ലിം പേരുള്ളവരുണ്ട്. അവര് പേര് വെച്ചത് മുസ്ലിമിന്റെ പേരായതുകൊണ്ട് ഒറിജിനൽ മുസ്ലിം ആവില്ല. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഹബീബായ തങ്ങൾക്ക് നന്നായി നന്നായി ഉമർ, നന്നായി നബിക്കായ ഉമർ 40-ൽ നബി പട്ടവും നണ്ടി മുറൈനാടത്തി. ജനങ്ങളെ മുഴുവനും ഇസ്ലാമിലേക്ക്, തൗഹീദിലേക്ക്, സത്യത്തിലേക്ക് വിളിക്കാനുള്ള ഓർഡർ കിട്ടുമ്പോഴ് ഹബീബായ തങ്ങളെ പ്രായം എത്രയാണ്? നുബുവത്ത് കിട്ടുമ്പോഴ് 40 വയസ്സാ. അധിക ജനങ്ങളും റസൂലുള്ളാഹിന്റെ എതിരാളികളായി മാറി. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ന് വാർ, വെയിൻ, വുമൺ, W എന്ന അക്ഷരം കൊണ്ട് ആരംഭിക്കുന്ന 3 സംഗതിയാണ് അന്നത്തെ മുഖമുദ്ര. ക്രിസ്തുവിന് ശേഷമുള്ള 6-ാം നൂറ്റാണ്ട്, 6-ാം നൂറ്റാണ്ടിലാണല്ലോ റസൂലുള്ളാഹിയുടെ ജനനം. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജനിക്കുന്നത്. അന്ന് മക്കയിലും പരിസരത്തും വാർ, വെയിൻ, വുമൺ, ഈ 3 സംഗതിക്ക് വേണ്ടിയാണ്. 3 സംഗതിക്കാണ്. ഏതാ 3 സംഗതി? വാർ എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധം. എന്തുപോലെ? എന്താ പെങ്ങന്മാരെ? യുദ്ധത്തിന് വേണ്ടി ജീവിക്കുക. യുദ്ധം തന്നെ, യുദ്ധം. നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന യുദ്ധം. പിന്നെ വെയിൻ, അപ്പൊ യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇത് അറബ് നാട്ടിലുള്ളവർക്കൊരു ശീലമാണ്. എന്താ കാരണം എന്നൊന്നുമില്ല, എന്തിനു വേണ്ടിയാണെന്ന് അവർക്കറിയില്ല.
അങ്ങനെ യുദ്ധം ചെയ്ത് എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി. അപ്പൊ അറബികൾ ജീവിക്കുന്നത് അക്കാലത്ത് ഒരു കാര്യം എന്താണ്? വാർ എന്ന് പറഞ്ഞാൽ യുദ്ധം. രണ്ടാമത്തെ എന്താണ്? വെയിൻ. വെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ മോനെ എന്റെ ഉപ്പാപ്പാരൊക്കെ ഒന്ന് പറയണേ. വെയിൻ എന്ന് പറഞ്ഞാല് കള്ള് കുടിക്കുക, ലഹരി അടിക്കുക. ലഹരിയുടെ അഡിക്റ്റുകളാണ് അന്നത്തെ കാലത്ത്. ഇന്നത്തെ മാതിരി ബ്രൗൺ ഷുഗറും ഹഷീഷും മറ്റ് പുതിയ മോഡലുള്ള എന്തൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ. MTI എന്താ പേര്? MDM. അതൊക്കെ അതേ കാലത്ത് MDM ABCD ഒന്നും അക്കാലത്തില്ല. അക്കാലത്തുള്ള മുന്തിരി കൊണ്ടുണ്ടാക്കിയിട്ട് മുന്തിരി കൊണ്ട് കള്ളുണ്ടാക്കലാണ്. അതാണ് അറബ് നാട്ടിലുള്ളത്. തെങ്ങിന്റെ കള്ള് അവിടെ കിട്ടൂല. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനമാണ് തെങ്ങിന്റെ കള്ള്. തെങ്ങിന്റെ പച്ച പട്ട അത് മുറിച്ചിട്ട് അതിൽ മണ്ണിന്റെ കുടം വെച്ചിട്ട് അതിങ്ങനെ ശേഖരിച്ചിട്ട് കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് കുടിച്ചാൽ ഭ്രാന്താകും, അതായത് ലഹരിയാകും. അറബ് നാട്ടിലുള്ളത് മുന്തിരിയാണ്, മുന്തിരി കൊണ്ടുണ്ടാക്കുന്ന കള്ളാണ്. ആ കള്ള് കുടിക്കാതെ ജീവിക്കാൻ പറ്റാത്ത ആളുകളാണ് അക്കാലത്തുള്ളത്. രണ്ടാമത്തെ സംഗതി അതാണ്. മൂന്നാമത്തെ സംഗതി പെണ്ണിന് വേണ്ടി ജീവിക്കുക. ആ കാലത്ത് അള്ളാഹുവിന്റെ റസൂല് 40 വർഷം അവരെ ഇടയിൽ ജീവിച്ചിട്ട് ഒരൊറ്റ പെണ്ണിന്റെ മുഖത്തേക്ക് അനാവശ്യമായി നോക്കുക പോലും ചെയ്തിട്ടില്ല. ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല. ഹബീബായ തങ്ങൾ ബദർ യുദ്ധത്തിനു ശേഷം അള്ളാഹുവിന്റെ റസൂലിന് 55 വയസ്സായപ്പോഴാണല്ലോ 55 വയസ്സായപ്പോഴാണല്ലോ ബദർ യുദ്ധമുണ്ടായത്. ആ ബദർ യുദ്ധമുണ്ടായപ്പോ അള്ളാഹുവിന്റെ റസൂലിന് വലിയ വിജയമുണ്ടായി. അതേ 1000-ഓളം വരുന്ന ശത്രുക്കള്, സർവായുധ വിഭൂഷിതരായ ശത്രുക്കള് ബദറിന്റെ പടക്കളത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയെടുക്കാൻ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വകവരുത്താൻ, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ ജീവനെടുക്കാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, സത്യത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി, സത്യമാകുന്ന ദീനിനെ ഇല്ലാതാക്കാൻ വേണ്ടി ബദറിന്റെ പടക്കളത്തിലേക്ക് വന്നപ്പോഴ് അല്ലാഹുവിന്റെ റസൂലിന് എത്രയാ പ്രായം? 55. അൽഹംദുലില്ലാഹ്, നല്ല കുട്ടിയാണല്ലോ ആ കുട്ടി. എല്ലാരും ചൊല്ല് മാഷാ അല്ലാഹ്. ആ കുട്ടിക്ക് ഒരു കണ്ണേറ് കിട്ടാതിരിക്കാൻ, ഒരു കല്ലേറും വരാതിരിക്കാൻ ചൊല്ല് മാഷാ അല്ലാഹ്. അതാ പറഞ്ഞ കുട്ടി ആരാ? ഒന്ന് ഉറക്കെ പറ, ഒന്ന് കൈവോക്ക്. എന്താ നേരത്തെ സമ്മാനം വാങ്ങിയ കുട്ടിയല്ലേ? മുസമ്മിൽ. ഞാൻ മറന്നെങ്കിലും അസ്ഹർ സാഹിബ് മറന്നിട്ടില്ല. അസ്ഹർ സാഹിബ് പേര് മറന്നിട്ടില്ല. നമ്മൾ ആരെ മോനാണ്? നാസിമിന്റെ മോനാണ്. നാസിം അബീതക് ഇദർ നഹീ ആയാ. ഇൻഷാ അല്ലാഹ് നാളെ വരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ എന്താ കുട്ടി പറഞ്ഞത്? നമ്മളെ മുസമ്മിൽ മോൻ എന്താ പറഞ്ഞത്? 55 വയസ്സ്. റസൂലുള്ളാഹിക്ക് 55 വയസ്സ്. ഹബീബായ തങ്ങൾക്ക് 40 വയസ്സ് വരെ ജീവിച്ചിട്ടും ഒരു കളവും പറഞ്ഞിട്ടില്ല മുത്തുനബി തങ്ങൾ. എങ്ങനെ 40 വർഷം ഇത്രയും മലീമസമായ കാലത്ത് ജീവിച്ചിട്ട് ഒരൊറ്റ കളവ് പറഞ്ഞിട്ടില്ല. ബദർ യുദ്ധം 55-ാമത്തെ വയസ്സിലാണ്. ആ 55-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിക്ക് വലിയ വിജയം അല്ലാഹു തആല നൽകുകയുണ്ടായി. 313 ബദരീങ്ങൾ ബദർ യുദ്ധ കാളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന ശുഹദാഉൽ ബദരീങ്ങളെ കതിർകത്തും ഇസ്ലാമിൽ ഉയർമാലും കൊടുത്തുള്ള കനകപ്പൂം കനികളാം ശുഹദാക്കളെ. ആ ബദർ യുദ്ധത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹിയുടെ തലയെടുക്കാനാണ് ശത്രുക്കൾ വന്നത്.
ഹബീബായ തങ്ങൾ ഇത്രയും കാലം വളരെ സത്യസന്ധനായി ജീവിച്ചിട്ട് ഒരൊറ്റ കളവ് പോലും പറയാതെ ഒരാളെയും വഞ്ചിക്കാതെ ജീവിച്ചപ്പോഴ് ശത്രുക്കൾ ചെയ്തത് ബദറിലേക്ക് വന്നത് എങ്ങനെയാ? വാളുകളമ്പും ബില്ലും ചാട്ടുളി പൂളും കത്തികട്ടാരം ആളും കോളുകളൊക്കെ ഒരുക്കി ബാരുന്നേ. ബദറിൽ ബമ്പൻ ജഹലും കൂട്ടരുമേറ്റം കിബിർ മികത്ത് കഥ അറിയാതരുതാത്തൊരു വേല കേറുന്നേ. അബൂജഹലും മുത്തബത്തും ഷൈബത്തും വലീദും നദറും അങ്ങനെയുള്ള ആളുകൾ തൃശൂർ ജില്ലയിലെ കോടാലി എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള ഒരു ഉസ്താദ് ഉണ്ടാക്കിയ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സിദ്ദീഖ് മുർഷിദി ഉസ്താദ് ഉണ്ടാക്കിയ പാട്ടാണിത്. എന്താ പാടിയത്? വാളുകൾ അമ്പും ബില്ലും ചാട്ടുളി. ബാളുമായി ഇഷ്ടം പോലെ വാളുകളും അമ്പുകളും വില്ലും ചാട്ടുളികളും പൂളും കത്തി. പൂള എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഇറച്ചി പൂണ്ടിങ്ങട്ട് കഷ്ണമാക്കി എടുക്കാൻ പറ്റുന്ന കത്തി. മൂർച്ചയുള്ള കത്തികളുമായി ആളുകളുമായി 1000-ഓളം വരുന്ന പടയാളികളുമായി 300 സ്വഹാബത്തിന്റെ തലയെടുക്കാൻ ബദറിലേക്ക് അതാ വരുന്നു അബൂജഹിൽ. വാളുകളമ്പും ബില്ലും ചാട്ടുളി പൂളും കത്തികട്ടാരം ആളും കോളുകളൊക്കെ ഒരുക്കി ബാരുന്നേ. ബദറിൽ ബമ്പൻ ജഹലും കൂട്ടരുമേറ്റം കിബിർ മികത്ത് കഥ അറിയാതരുതാത്തൊരു വേല കേറുന്നേ. ചൂളാതപ്പൊളുതാറ്റൽ നബി അസ്ഹാബരുമം നടരാടുന്നേ. ചൊങ്കി വിളങ്കണ ജന്നത്താണത് രണ്ടരികോർകളിൽ ലഭിച്ചൊന്നേ. ചൊല്ലാതെ പടിബെല്ലാനൊക്കിൽ എല്ലാരും വൻപുലി തന്നെ. ചൂലൻ അസ്വദ് ചാടിയുടൻ ചമറാടിയവൻ ചകമായി മുന്നേ. അബൂജഹല്ലുമയ്യത്ത് അബുൽ വലീദുത്ത് ബത്ത് അതുപടി ഒരു പിടിബൻ റുഅസാക്കൽ അടലിട വീണ് മരിത്തരശാക്കൽ. കണ്ടോ ആ ശത്രുക്കൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ സ്വഹാബികളെ വകവരുത്താൻ വന്നപ്പോഴേ ഇസ്ലാമിന്റെ പേരിനെ ഈ ദുനിയാവിൽ നിന്ന് ഇല്ലാതെയാക്കണം. മുഹമ്മദിന്റെ മതം, മുഹമ്മദ് പഠിപ്പിച്ച മതം ഇവിടെ ഉണ്ടാകരുത്. അതിന് അടിത്തറയോടെ ഇളക്കിയിട്ട് കടലിലെറിയണം എന്ന് ചിന്തിച്ചുകൊണ്ട് ചൂളാതപ്പൊളുതാറ്റൽ നബി അസ്ഹാബരും അന്നടരാടുന്നേ. അബൂജഹലിനെതിരിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് അടരാടുകയാണ്. ചൊങ്കി വിളങ്ങണ ജന്നത്താണ് അജ്ർ. അപ്പൊ ബഹുമാനപ്പെട്ട റസൂലുള്ള ബദരീങ്ങളോട് പറയാണ്, ചൊങ്ക് വിളങ്ങണ ജന്നത്താണ് അജ്ർ. അത് വലിയ വലിയ സ്വർഗത്തിലുള്ള വലിയ വലിയ സ്ഥാനമാനം കിട്ടും നിങ്ങൾക്ക് പ്രതിഫലമായി. അങ്ങനെ ഇരിക്കണ സമയത്ത് അസ്വദ് ലഅനത്തുല്ലാഹ് വന്നു ഹബീബായ തങ്ങളെ തലയൊടുക്കാൻ. അൽഹംദുലില്ലാഹ്, ഏതായാലും കൊട്ടുകാടുന്ന് അഷ്റഫ് സാഹിബ് ഈ വെറ്റമുക്കിൽ വന്നത് നന്നായി. ഒരു വെള്ളം കിട്ടാൻ ഒരു കാരണമായി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ബർക്കത്ത് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും ജൗഹറിനും അഫ്സലിനും എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകണേ അല്ലാഹ്. 2 അഫ്സൽ ഒരു വീട്ടിൽ, ആ വീട്ടിൽ കയറിയപ്പോ 2 പേരുണ്ട്, 2 കുട്ടികൾ, 2 ചെറുപ്പക്കാർ, രണ്ടാളും പേര് അഫ്സല അല്ലേ? ഉസ്താദെ ആന്ന് പറഞ്ഞ് മൂപ്പരേനെ അഫ്സലിനെ കണ്ടിട്ട് കൂടില്ല. മൂപ്പര് പെട്ടെന്ന് ആന്ന് അറിയണ്ട്. അല്ലാഹു അലം. എന്താ ഉസ്താദെ നിങ്ങൾക്ക് വല്ല ഏത് അഫ്സല പിടുത്തം കിട്ടുക? ആയിക്കോട്ടെ, അതിനിപ്പോ ഏത് അഫ്സലായാലും കുഴപ്പമില്ല. എല്ലാവർക്കും ഉസ്താദിനും അഫ്സലിനും നമുക്കൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. എല്ലാവർക്കും ഈ ആമീൻ പറ. ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്. ഉസ്താദുമാര് വരുമ്പോ സ്വീകരിച്ച് ചായ വേണോ കാപ്പി വേണോ എന്നൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇന്നത്തെ കാലത്ത് വലിയ, അതും ചെറുപ്പക്കാരായ 20, 22, 24 വയസ്സുള്ള കുട്ടികൾ, അല്ലാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ചൊല്ലാതെ പടി ബെല്ലാനൊക്കിൽ എല്ലാരും വൻപുലി തന്നെ. 2 പക്ഷത്തുള്ളവരും വൻപുലികളാണ്. അതാ ചൊല്ലാതെ പടി ബെല്ലാൻ ഒക്കില്ലെല്ലാരും, ഒരാളും ഒരാളെയും വെല്ലാൻ കഴിയില്ല. അങ്ങനെയുള്ള സമയത്ത് ആ ബദറിന്റെ പടക്കളത്തിൽ ഇരുപക്ഷത്തുള്ളവരും കളരി അഭ്യാസമുറകളിൽ അഗ്രേസരന്മാരാണ്. ചൂലൻ അസ്വദ് ചാടിയുടൻ ആദ്യമായിട്ട് അസ്വദ് എന്ന് പറയുന്ന മൽഊനായ ശപിക്കപ്പെട്ട മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ വന്നപ്പോഴ്, അതുപോലെ അബൂജഹൽ വന്നു ലഅനത്തുല്ലാഹ്, ഉമയ്യത്ത് വന്നു ലഅനത്തുല്ലാഹ്,
അബുൽ വലീദ് ഉത്ബത്ത് വന്നു ലഅനത്തുല്ലാഹ്. അബൂജഹൽ ഉമയ്യത്ത് അബുൽ വലീദ് ഉത്ബത്ത് അതുപടി ഒരു പിടി ബൻറു അസാക്കൽ അടലിട വീണ് മരിത്തരശാക്കൽ അരശര ബീർത്തി ജയക്കൊടി താട്ടി ദീനിൽ താനമുയർത്തി പരിഷദമഹിതം പരിമള ചരിതം തീർത്ഥം നേ. അത് മുതല ഖുറൈശോരുടെ ഹൃദിൽ ആണ്ട് പൂണ്ട വിചാരം അതിനൊരു ബദലടി വേണം സൈഫാൽ പോർ തന്നെ. ഗിരി ഉഹിദിൻ ചെരു തന്നിലണഞ്ഞൊരു വൻപടയങ്ങനെ രോഷത്തിൽ പരിനടിലായുധമോടബു സുഫിയാൻ ബന്ദിഹ നായക വേഷത്തിൽ കടലല പോലെ ഇരമ്പിയണുന്തവർ അടരടലായി അതിഘോരത്തിൽ പടയതിൽ 70 പേര് ഷഹീദായി പലമനവും മൃതകോലത്തിൽ നബിക്കും മുൻമൂറി പറ്റി നെയ്തത്തിൽ മുൻരേതം പൊട്ടി അപ്പടി പിന്നെ ചിലതേറ്റി മുസൽമാൻ അക്കഥയൊക്കെ എറിന്തിടൈ സൽമാൻ ഇക്കഥയൊക്കെ വരുന്നുണ്ടേറാനൊരു വയ്യില്ല ചൊൽപ്പടി നിക്കാതൊക്കില്ല അബുദ ജൂതന്റെ സൽഗുണരമ്പിയ മുമ്പറിന്ത നോവും നൊമ്പരമപ്പോൾ കൽപ്പനയായി അതി തൽപരഭാഷം കേൾന്നിണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ബദറിന്റെ പടക്കളത്തിലേക്ക് ആദ്യമായി റസൂലുള്ളാഹിയുടെ തലയെടുക്കാൻ വേണ്ടി 1000-ഓളം വരുന്ന സർവായുധ വിഭൂഷിതരായ സർവസജ്ജരായ ശത്രുക്കൾ അബൂജഹലിന്റെ നേതൃത്വത്തിൽ വന്നു. പക്ഷേ ബദരീങ്ങൾ ജയിച്ചു. നിരായുധരായ അള്ളാന്റെ റസൂലിന്റെ ശിഷ്യന്മാരും നബിയും ജയിച്ചു. ഹബീബായ തങ്ങൾക്ക് വലിയ വിജയമുണ്ടായി. ശത്രുക്കളൊക്കെയും കൊല്ലപ്പെട്ടു. ഈ 70 വൻകിട നേതാക്കന്മാർ വലിയ സബ്സേ ബഡാ ലീഡർ വാല മർ ഗയാ. ഏറ്റവും വലിയ നേതാക്കന്മാരായ എത്ര ആൾക്കാര്? 70 ആത്മി. എത്ര? 70. അറബി മേ 70 ബോലേഗ. 70 വലിയ നേതാക്കന്മാര് കൊല്ലപ്പെട്ടു. 70 നേതാക്കന്മാര് ആരൊക്കെയാ കൊല്ലപ്പെട്ടത്? അള്ളാഹുവിന്റെ റസൂലിന്റെ തല എടുക്കാൻ വേണ്ടി വന്ന് ബാപ്പയും മോനും കൂടി വന്നതാ ഒരു വീട്ടിൽ നിന്ന്. ബാപ്പാടെ പിതാവിന്റെ പേരാണ് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. മോന്റെ പേരാണ് ഇക്രിമ. അബൂജഹൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ആ പിതാവിന്റെ മോന്റെ പേരാണ് ഇക്രിമ. അബൂജഹൽ ഉമയ്യത്ത് അബുൽ വലീദ് ഉത്ബത്ത് അതുപടി ഒരു പിടി ബൻറു അസാക്കൽ അതുപടി ഒരു പിടി ബൻറു അസാക്കൽ. ഇങ്ങനെയുള്ള വലിയ നേതാക്കന്മാർ. അതുപടി ഒരു പിടി ബൻറു അസാക്കൽ അടലിട വീണ് മരിത്തരശാക്കൽ. അടലിട വീണ് മരിത്തരശാക്കൽ. വലിയ നേതാക്കന്മാരായ മുശ്രിക്കുകൾ ബദറിന്റെ പടക്കളത്തിൽ വീണ് പിടഞ്ഞ് ചക്രശ്വാസം വലിച്ചു ചത്തുപോയി. എത്ര പേര്? ബദറിന്റെ പടക്കളത്തിൽ എത്ര ശത്രുക്കൾ? 70. കണ്ടോ? അതിനുശേഷമാണ് അള്ളാന്റെ ഹബീബായ നബി തങ്ങള് ബദർ യുദ്ധം കഴിഞ്ഞപ്പോഴാണ് ഹബീബായ തങ്ങള് കത്തുകൾ എഴുതാൻ തുടങ്ങിയത്. ആർക്ക് കത്തെഴുതിയത്? ലോകപ്രസിദ്ധരായ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്ക്. അന്നത്തെ വലിയ രാഷ്ട്രങ്ങളുണ്ട്. ഒന്ന് കിസ്റയാണ്. അതേ, പേർഷ്യയിലെ കിസ്റ രാജാവ് എത്രയോ വലിയ ഭൂഖണ്ഡങ്ങൾ അടക്കി ഭരിക്കുന്ന രാജാവാണ് പേർഷ്യയിലെ കിസ്റ. അതുപോലെ റോമിലെ കൈസർ. അന്നത്തെ 2 വലിയ വൻകിട രാഷ്ട്ര നേതാക്കന്മാരാണ്. 2 വൻകിട സാമ്രാജ്യങ്ങളാണ്. ആ സാമ്രാജ്യത്തിന്റെ അധിപന്മാർക്ക് ഹബീബായ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ നബി കത്തെഴുതിയിട്ട് ഓരോ സ്വഹാബത്തിന്റെ കയ്യിൽ കൊടുത്തയക്കുകയാണ്. ആർക്കാ കത്തി എഴുതി കൊടുക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രത്തിന്റെ വലിയ തലവന്മാർക്ക്, സാമ്രാജ്യത്തിന്റെ അധിപതികൾക്ക് കത്തെഴുതുകയാണ്. റസൂലുള്ളാഹിക്ക് ഒരു സെക്യൂരിറ്റി പോലും ഉണ്ടോ? ഇല്ല. ഒരു കാവൽക്കാരൻ പോലും ഉണ്ടോ? ഇല്ല. ഹബീബായ തങ്ങൾക്ക് പട്ടാളക്കാരുണ്ടോ? ഇല്ല. ജവഹർലാൽ നെഹ്റു പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതെ, ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്തുകൾ, തന്റെ മകളായ നെഹ്റുവിന്റെ മകൾക്ക് എഴുതിയ കത്തുകള്, ഇംഗ്ലീഷിൽ എഴുതിയ കത്തുകൾ ക്രോഡീകരിച്ച് പുസ്തകമാക്കപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങളും നെഹ്റു എഴുതിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ എഴുതുകയാണ് മുഹമ്മദ് നബിയുടെ
മനസ്സാന്നിധ്യം, മനക്കരുത്ത്. ഒരു പട്ടാളമില്ലല്ലോ റസൂലുള്ളാഹിക്ക്. നെഹ്റു പറയാണ്, രജിസ്ട്രേർഡ് പട്ടാളക്കാരില്ല, കാവൽക്കാരില്ല, സെക്യൂരിറ്റി ഇല്ല, ആരുമില്ല. റസൂലുള്ളാഹിന്റെ കത്തുമായി പോകുന്ന ആളുകൾക്കോ ആ ദൂതന്മാർക്ക് ഒന്നുമില്ല, കയ്യിലൊരു ബ്ലേഡിന്റെ പൊട്ട് പോലുമില്ല. അവരാണ് കിസറ സാമ്രാജ്യത്തിന്റെ അധിപന്റെ ദർബാറിലേക്ക് അള്ളാന്റെ റസൂലിന്റെ കത്തുമായി കേറിപ്പോകുന്നു. ആ കൂട്ടത്തിൽ ഒരു സാമ്പിൾ ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം. ഹെർക്കൽ ചക്രവർത്തിയിലേക്ക് ഒരു കത്തുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതൻ കേറിപ്പോവുകയാണ്. ഇത് എപ്പോഴാ നടന്നത്? ബദർ യുദ്ധം നടന്നതിന് ശേഷം അല്ലെ? ബദർ യുദ്ധത്തിലാണ് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിലേക്ക് വലിയ വിജയമുണ്ടായി, അള്ളാഹിന്റെ റസൂലിക്ക് വലിയ അന്തസ്സുണ്ടായി. അപ്പോഴാണ് അള്ളാഹിന്റെ ഓർഡർ കിട്ടിയത് കത്തുകളൊക്കെ എഴുതി കൊടുത്തയക്കാൻ വേണ്ടിയിട്ട്. ആ കത്തുകളൊക്കെ എഴുതി കൊടുത്തയച്ച കൂട്ടത്തിലുള്ള ഒരു കത്താണ് എന്ത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ഹെർക്കൽ എന്ന് അറബിയിൽ പറയും, ഹെറാക്ലിയസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഹെറാക്ലിയസ് രാജാവിനൊരു കത്ത്. ആ കത്ത് കൊണ്ടുപോയ ആളിന്റെ പേരെന്താണ്? ഹബീബായ തങ്ങളുടെ ദൂതന്റെ പേരാണ് ദിഹ്യത്തുൽ കൽബി റളിയല്ലാഹു അൻഹു. ദിഹ്യത്തുൽ കൽബി എന്താ പേര്? റളിയല്ലാഹു അൻഹു. ആ ഹബീബായ തങ്ങളെ ശിഷ്യൻ കത്തും കൊണ്ട് ചെന്ന്, സുഹൃത്തുക്കളെ, ഹെർക്കൽ ചക്രവർത്തിയിലേക്കാണ് കത്ത് കൊണ്ടുപോയ. സ്വഹാബിയുടെ പേരാണ് ദിഹ്യത്തുൽ കൽബി, ദിഹ്യ അൽ കൽബി റളിയല്ലാഹു അൻഹു. ഹെറാക്ലിയസ്, അതായത് ഹെർക്കൽ രാജാവിന്റെ മുമ്പിൽ ഈ കത്തുകൾ കിട്ടിയപ്പോൾ എന്താ കത്തിൽ എഴുതിയത്? അസ്ലിം തസ്ലം, നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാവുന്നതാണ്, സ്വാഗതം. അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നാൽ, നിങ്ങൾ സ്വമനസ്സാലെ വന്നാൽ നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും രക്ഷയാണ്. അതാണുള്ളത് കത്തിൽ എഴുതിയിട്ടുള്ളത്. ഈ കത്ത് കിട്ടിയ സമയത്ത് രാജാവിന് അറബി അറിയൂല. ഈ പോയ പോസ്റ്റ്മാൻ എന്ന് പറയാൻ പറ്റൂല, റസൂലുള്ളാഹിന്റെ ദൂതൻ, ഹബീബായ റസൂലുള്ളാഹിന്റെ മെസ്സഞ്ചർ ആയ റസൂലുള്ളാഹിന്റെ മെസ്സേജ്, ബറക്കത്താക്കപ്പെട്ട മെസ്സേജ്, സന്ദേശം ഹെർക്കൽ ചക്രവർത്തിയിലേക്ക് എത്തിക്കാൻ വലിയ ധൈര്യം കാട്ടിയ ആ മഹാനായ സ്വഹാബി ദിഹ്യത്തുൽ കൽബി തങ്ങളുടെ റളിയല്ലാഹു അൻഹുവിന്റെ കത്തവിടെ കിട്ടിയപ്പോഴേ ഇതൊന്ന് വായിക്കണം. അതിന് രാജാവിന്റെ ട്രാൻസ്ലേറ്റർ ഉണ്ട്, പരിഭാഷകൻ. അങ്ങനെയല്ല, കൊട്ടാരത്തിലൊക്കെ ഉണ്ടാവുമല്ലോ, ഏത് ഭാഷയും പരിഭാഷപ്പെടുത്താനുള്ള ആളവിടെ ഉണ്ട്. ആ ദ്വിഭാഷി കത്ത് വായിച്ചു, അർത്ഥം പറഞ്ഞു കൊടുത്തു. അപ്പോഴോ ആ കത്ത് വായിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, മക്കയിൽ ജനിച്ച, മക്കയിൽ ജീവിക്കുന്ന അബ്ദുൽ മുത്തലിബിന്റെ മോനായ, അബ്ദുള്ളയുടെ മോനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി കൊടുത്തയക്കുന്ന കത്താണ്. ഓക്കെ, ആ നബിയാണെന്ന് പറയുന്ന ആള് മക്കക്കാരനല്ലേ? രാജാവിന്റെ ചോദ്യം. അതെ, മക്കക്കാരനാണ്. മക്കയിൽ നിന്ന് നമ്മുടെ നാട്ടില് റോമില് പലരും വരാറുണ്ടല്ലോ. എന്തിന്? കച്ചവടത്തിന്. അന്ന് അറബികളെ വലിയൊരു വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ കച്ചവടമാണ്, കച്ചവടങ്ങളാണ്. അത് ഏത് നാട്ടിലാണോ ഇപ്പൊ നല്ല കച്ചവടം കിട്ടുക എന്ന് മനസ്സിലായിട്ട് ആ നാട്ടിലേക്ക് കച്ചവടത്തിന് പോകലാണ്. ചിലപ്പോ ഷാമിലേക്ക് പോകും, ചിലപ്പോ യമനിലേക്ക് പോകും, ചില സീസണിൽ റോമിലേക്ക് പോകും. നിക്കാതെ കേശുവാനും സൗദാക്കറുകളെല്ലാം ഒരുമീ കടയെ കഫിയായ മൂപ്പനബു സുഫിയാന ജണ്ടുമുരയായി. ഉസ്താദുമാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ സദസ്സൊക്കെ ഫുള്ളായി. മോനെ ജൗഹറ, ഒരു 10 കസേര അവിടെ നിവർത്തി വെക്ക്. ഇനി ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ വന്നോട്ടെ, ആരും വന്നില്ലെങ്കിൽ കസാല നിവർത്തി വെച്ചതിന്റെ കൂലി ജൗഹറിന് കിട്ടിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ബറക്കത്ത്. ഏതായാലും ഇപ്പൊ ഇതിന് വാടക കൊടുക്കണല്ലോ അല്ലെ? അല്ല, ഫ്രീ ആണോ? വാടക കൊടുക്കണം. പിന്നെന്താ അവിടെ ഇങ്ങനെ നാട്ടി വെച്ചിട്ട് ഞങ്ങൾ കുറെ കസാര കൊണ്ടുവന്നിങ്ങനെ പേരിട്ടാനോ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക്, സഹകരിക്കുന്നവർക്ക്, എല്ലാ സഹോദരങ്ങൾക്കും വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇത് ബുർദയുടെ വാർഷികമാണ്.
ഏത് രോഗവും മാറുന്ന ഒരു കാരണമാണ് ഏത് ബുർദ ബൈത്ത്. അല്ലാഹ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅദമുഹു. ഇങ്ങോട്ട് നോക്ക്. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅദമുഹു فطاب من طيبهن القاع والأكم. ബുർദയിലെ വരിയാണ്. ചൊല്ല് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഇനിയിപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. ഏതായാലും ഇപ്പോൾ 1 മണിക്കൂറായില്ലേ. എന്തേ പറഞ്ഞത്? ഈ കത്ത് കിട്ടിയ സമയത്ത് ആ രാജാവ് ഹിർഖൽ രാജാവ് ചോദിക്കുകയാണ്, നാട്ടുകാരോട് പട്ടാളക്കാരോട് ചോദിക്കുകയാണ്. എന്ത്? മക്കയിൽ നിന്ന് പലരും നമ്മളെ നാട്ടിൽ കച്ചവടത്തിന് വരാറുണ്ട്. മക്കയിൽ നിന്ന് പലരും നമ്മളെ നാട്ടിൽ കച്ചവടത്തിന് വരാറുണ്ട്. ഇത് മക്കക്കാരനാണെന്ന് പറയുന്ന ആള് കൊടുത്തയച്ചതാണ് കത്ത്. അതുകൊണ്ട് നമ്മളെ നാട്ടിൽ ഇപ്പോൾ മക്കയിൽ നിന്ന് വന്നവരായ ആളുകൾ ആരെങ്കിലും ഉണ്ടോ? രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാരോട്, ഹിർഖൽ രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റോട്ടിലുള്ളവർ അവരൊക്കെ ഈ പരിപാടിയുമായി സഹകരിച്ചവരാണ്. മുമ്പൊക്കെ സഹകരിച്ചിട്ടുണ്ട്, ഇനിയും സഹകരിക്കുന്നവരാണ്. നമ്മുടെ മജ്ലിസിൽ വന്നിരിക്കുകയാണെങ്കിൽ ഒരു സന്തോഷമാണ് മോനെ. ഒരു 4 കസേര കൂടി ബാക്കിൽ വെച്ചാൽ നല്ലതാണ്. അവരൊക്കെ വന്നിട്ട് ഈ പരിപാടി വിജയിപ്പിക്കണം. അവർക്കൊക്കെയും അല്ലാഹുവേ വലിയ അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാ, വലിയ സൗഭാഗ്യങ്ങൾ നൽകണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത്, ഹബീബായ തങ്ങളെ പൊരുത്തം ദുനിയാവിലും ആഖിറത്തിലും നമ്മൾക്കെല്ലാവർക്കും റോട്ടിൽ ഇന്ന് നിൽക്കുന്ന ആളുകളോട് വരാൻ പറഞ്ഞപ്പോൾ അവർ വന്നല്ലോ. അതെ, അവരൊക്കെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കിട്ടാൻ വേണ്ടി വന്നവരാണല്ലോ. ഈ റജബ് മാസം അനുഗ്രഹീതമായ മാസമാണല്ലോ. അല്ലാഹ്, വൈകി വന്നവർക്കും നേരത്തെ വന്നവർക്കും എല്ലാവർക്കും, ഇനി നാളെ വരാനുള്ളവർക്കും ഇന്നലെ വന്നവർക്കും ഒക്കെയും ഈ മാസത്തിന്റെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആമീൻ. രാജാവ് ചോദിച്ചു, ആരാ ഉള്ളത്? മക്കക്കാരെങ്കിലും ഉണ്ടോ? പല നാട്ടിൽക്കും മക്കക്കാർ അന്ന് കച്ചവടത്തിന് പോകാറുണ്ട്. അതാണ് ബക്കാതെ ഷാം ഖറിയ കേശുവാനും സൗദാക്കറുകളിലാമും ഒരുമിയും എന്ന് പറഞ്ഞ് ഷാമിലേക്ക് കച്ചവടത്തിന് പോകലുണ്ട്, യമനിലേക്ക് പോകലുണ്ട്, പലയിടത്തേക്കും പോകലുണ്ട്. രാജാവ്, റോമിലെ രാജാവ് ഹിർഖൽ രാജാവ് ഇങ്ങനെ തിരക്കി, ആരാ ഉള്ളത്? മക്കക്കാരെങ്കിലും കച്ചവടത്തിന് വന്നിട്ട് ഇവിടെ ഉണ്ടോ, നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് തിരക്കുകയാണ്. അങ്ങനെ തിരക്കിയ സമയത്ത് ഉദ്യോഗസ്ഥന്മാര് വന്നിട്ട് പറഞ്ഞു. എന്ത് വന്നിട്ട് പറഞ്ഞു? അതെ, ഉണ്ട്, ഒരാളുണ്ട്. രാജാവേ, പ്രഭോ, മക്കയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. അയാൾ വലിയ VIP ആണ്, എങ്കിൽ കൊണ്ടുവാ. അങ്ങനെ റസൂലുള്ളാഹിന്റെ ദൂതനെയും വിളിച്ചു. ആരാ ദൂതൻ? ദിഹ്യ അൽ കൽബി. അവരെയും വിളിച്ചു. ദിഹ്യത്തുൽ കൽബി എന്ന സ്വഹാബിയെയും വിളിച്ചു. മക്കയിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി വന്ന ആളാരാണ്? അദ്ദേഹത്തിന്റെ പേരാണ് അബൂ സുഫിയാൻ. എന്താ അദ്ദേഹത്തിന്റെ പേര്? അതേ, മക്കയിൽ നിന്ന് കച്ചവടത്തിന് വന്ന ആളിന്റെ പേരാണ് അബൂ സുഫിയാൻ. അന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കഠിന ശത്രുവാണ് അബൂ സുഫിയാൻ. ഞങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അബൂ സുഫിയാനെ പറ്റി മലപ്പുറം ശൈലിയിൽ പറയുകയാണെങ്കിൽ അരച്ചാണ്ട് കൊടുത്താൽ വലിച്ചാണ്ട് കുടിക്കും, അത്ര ദേഷ്യാണ്. അതാണ് ഒരാൾക്ക് ദേഷ്യണ്ട് എന്നുള്ളതിന് അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ മുമ്പൊക്കെ പറയാറ് പതിവുള്ളത്. ആ അബൂ സുഫിയാനാണ് നിക്കാതെ യേശുവാനും സൗദാക്കറുകളെല്ലാം ഒരുമീ നിഫിറാറവക്കടവെ കഫിയായ മൂപ്പനബു സുഫിയാന ജണ്ടുമുരയായി
സുഫിയാൻ രണ്ടുമുരയായി ഉരയെ തരിത്ത് നബി അരികോരിലൊറ്റുടനെ തരമാൽ പൂറപ്പെടുകലായി ഉറ്റക്ക വാഫിർ മുതൽ പറ്റിപ്പറിപ്പതിന് മുറ്റി തിരക്കി നടയായി മുറ്റി തിരക്കി നടയായി അരിമാന് ബി സാഹിബും വരുന്നുണ്ടറിമ്പവർകൾ ഹരികണ്ട വേട്ടപടി പോൽ ആയി പശം തടവേ പോയി കടമ്പെ ബദറ് മായ കുലങ്ങൾ ക്ഷണമാൽ മായ കോലങ്ങൾ ക്ഷണമാൽ നിഫിറാർ അവക്കടവേ കഫിയായ മൂപ്പൻ അബൂ സുഫിയാൻ അതെണ്ടും ഉരയായി. അപ്പൊ മക്കാരനായ ആള് റോമിൽക്ക് കച്ചവടത്തിന് കണ്ട് അപ്പോൾ വന്ന അദ്ദേഹത്തിന്റെ പേരെന്താണ്? അബൂ സുഫിയാൻ. അദ്ദേഹം വലിയ മഹാനാണ്. പിൽക്കാലത്ത് റസൂലുള്ള പൊരുത്തപ്പെട്ടു കൊടുത്തു. റസൂലുള്ളാന്റെ കാൽക്കൽ വീണ് റസൂലുള്ളാന്റെ വലിയ ഹാദിമായ സ്വഹാബിയാണ്. ഏതായാലും ആട്ടെ, അബൂ സുഫിയാൻ അന്നുണ്ട് വലിയ ശത്രുവാണ്. അന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കഠിന ശത്രുവാണ്. ആ അബൂ സുഫിയാനെ വിളിച്ചു. റസൂലുള്ളാന്റെ ദൂതനായ കത്ത് കൊണ്ടുവന്നയാളുണ്ട്. രാജ ദർബാറിൽ പാട്ടിൽ പെട്ടയാളാണ്. ഞങ്ങള് ബന്ധുക്കളാണ്. മക്കയിലെ ഏറ്റവും ഉന്നത കുലമാണ്. മുന്തിയ തറവാടാണ്. ഖുറൈശി തറവാടാണ്. ഈ മുന്തിയ തറവാട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരു തറവാട്ടിൽ നല്ല മനുഷ്യന്മാരുണ്ടാകുമ്പോഴാണ് ആ തറവാട് മുന്തിയ തറവാടാവുക. അങ്ങനെയാണ്. ഒരു തറവാടില് ഒരുപാട് നല്ല ഔദാര്യമുള്ളവർ, കൈ അയഞ്ഞ ആളുകൾ അതിൽ ഒരുപാടുണ്ട്. ധർമ്മം ഇങ്ങോട്ട് നോക്ക്, കഞ്ഞിനെ പറ്റിയാ പറയണത്. ഇടയ്ക്കൊന്ന് കുടിക്കൽ നല്ലതാണ്. അപ്പൊ അങ്ങനെ പഴയ കാലത്ത് പട്ടിണിക്കാലത്ത് കഞ്ഞിയൊക്കെ വെച്ചു കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യന്മാർക്ക് ഡ്രസ് കൊടുത്തവരുണ്ട്. പഴയ കാലത്ത് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അല്ലേ, ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ നമ്മുടെ നാട്ടിൽ ഈ വെറ്റമുക്കിലും കൊച്ചു വെറ്റമുക്കിലും വലിയ വെറ്റമുക്കിലും ഒക്കെ ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്ന് വന്നപ്പോഴ് ആളുകൾക്ക് തുണി കൊടുത്തു, ഡ്രസ് കൊടുത്തു, പേന കൊടുത്തു, മുണ്ട് കൊടുത്തു, കൈലി കൊടുത്തു. സ്ത്രീകൾക്ക് സാരി കൊടുത്തു, കോരി കൊടുത്തു. ചോറ് കൊടുക്കാൻ ചോറ് കോരാനുള്ള കോരി കൊടുത്തു. അങ്ങനെ പലതും ഗൾഫിൽ നിന്ന് വന്നത് കൊടുത്തവരാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ആ തറവാട്ടിൽ ഉണ്ടാകുമ്പോഴാണ് ആ തറവാട് മുന്തിയ തറവാടാവുക. ഖുറൈശി തറവാട് ലോകത്ത് തന്നെ സൽപേരുള്ള തറവാടാണ്. കഅബയിലേക്ക് ഹജ്ജിന് വരുന്നവർക്ക് ആഹാരം വെച്ച് വിളമ്പുന്ന തറവാട്ടുകാരാണ്. ആഹാരം വെച്ച് വിളമ്പുന്ന ഹോട്ടൽ കച്ചവടമല്ല, ഫ്രീ ആയിട്ട് കൊടുക്കുക. നൂറുകണക്കിന് ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നവരാണ്. ഇന്നും മക്കയിൽ പോയാൽ ആ പാരമ്പര്യമുള്ളവരുണ്ട്. വലിയ 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 ലോറിയില് ജ്യൂസുകൾ ഇങ്ങനെ കൊടുക്കുകയാണ് മിനായിലേക്ക് പോകുന്നവർക്ക്. അത് അന്നത്തെ പാരമ്പര്യമാണ്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പൂപ്പമാരുടെ ഖുറൈശി കുടുംബത്തിന്റെ പാരമ്പര്യമാണ്. അതാ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ലീലാഫി ഖുറൈശ് ലീലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫൽയഅബ്ദൂ റബ്ബ ഹാദൽ ബൈത്ത്. ഖുറൈശ് എന്ന് പറയുന്ന തറവാടിന്റെ മഹാത്മ്യം അല്ലാഹുവിന്റെ ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഒരു സൂറത്തിന്റെ 1-ാമത്തെ ആയത്ത് ആ കുടുംബത്തിന്റെ പേരാണ് പറയുന്നത്, ലീലാഫി ഖുറൈശ്. എന്തുകൊണ്ടാണ് ആ കുടുംബത്തിന് ഇത്ര വലിയ ബഹുമാനം ഉണ്ടായത്? ആ കുടുംബത്തിൽ ഒരു പൊന്നുമോൻ ജനിച്ചിട്ടുണ്ട്. ആ പൊന്നുമോന്റെ ബറക്കത്ത് കൊണ്ട് ആ കുടുംബം മുഴുവനും ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള കുടുംബമാണ്. ആ കുടുംബമാണ് ഖുറൈശ്. ഹിർഖൽ രാജാവിന്റെ മുമ്പിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയാണ്, പിൽക്കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി വലിയ സേവനം ചെയ്ത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒരുപാട് കഠിന പരിശ്രമങ്ങൾ ചെയ്ത് അല്ലാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തം വാങ്ങിയിട്ട് അല്ലാഹുവിലേക്ക് ചേർന്ന് പോയി വഫാത്തായ ലോകപ്രസിദ്ധനായ സുപ്രസിദ്ധനായ വലിയൊരു സ്വഹാബിയാണ് മക്കളെ
അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കഠിന ശത്രുവാണ് ഈ സംഭവം നടക്കുന്ന കാലത്ത്. അബൂ സുഫിയാനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇദ്ദേഹമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്, ഞങ്ങൾ കുടുംബക്കാരാണ്. ഓക്കെ, പിന്നെന്താ ഇദ്ദേഹത്തിനെ പറ്റി? അങ്ങനെ പലതും ചോദിക്കുകയാണ്. ചോദ്യങ്ങൾ ഇങ്ങനെ വരികയാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ കൂടിയവർ പണക്കാരാണോ, പണിക്കാരാണോ, തൊഴിലാളികളാണോ, മുതലാളിമാരാണോ? മറുപടി അബൂ സുഫിയാന്റെ മറുപടി, ഏഴകളാണ്, തൊഴിലാളികളാണ്, പാവങ്ങളാണ് ഇദ്ദേഹത്തിന്റെ പിന്നിൽ കൂടുതലുള്ളവരും. ഓക്കെ, ഇദ്ദേഹം എന്നാണ് നിങ്ങളെ ദീനിലേക്ക് വിളിക്കാൻ തുടങ്ങിയത്? അബൂ സുഫിയാൻ പറയാണ്, 40 വയസ്സായപ്പോഴാ വിളിക്കാൻ തുടങ്ങിയത്. 40 വയസ്സിന്റെ മുമ്പ് വിളിച്ചിട്ടില്ലേ? ഇല്ല. ഓക്കെ, അപ്പൊ 40 വയസ്സിന്റെ മുമ്പ് ഇദ്ദേഹത്തിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ? നന്നായി അറിയും, അബൂ സുഫിയാൻ പറയാണ്. അപ്പൊ ഒരു ചോദ്യം, അടുത്ത ചോദ്യം വരികയാണ്, രാജാവിന്റെ ചോദ്യം. 40 കൊല്ലം നിങ്ങൾക്കിടയിൽ ജീവിച്ച ഒരാളല്ലേ മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന ബറക്കത്തുള്ള പിതാവിന്റെ മോനായ മുഹമ്മദ് എന്ന മനുഷ്യൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിട്ട് 40 കൊല്ലം ജീവിച്ചിട്ട് ഒരു കളവ് പറഞ്ഞിട്ടുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. രാജാവ് ചോദിക്കുകയാണ്, 40 കൊല്ലം ജീവിച്ചിട്ട് മുഹമ്മദ് എന്ന ആ മനുഷ്യൻ ജീവിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം അത് കളവാണെന്ന ഒരു ധാരണ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഹൽ തത്തഹിമൂന, നിങ്ങൾക്കൊരു തോന്നല് വന്നിട്ടുണ്ടോ? നിങ്ങൾക്കൊരു ധാരണ അങ്ങനെ വന്നിട്ടുണ്ടോ? എന്ത്? മുഹമ്മദ് എന്ന ഈ മനുഷ്യൻ ജീവിച്ചിട്ട് 40 കൊല്ലം ജീവിച്ചിട്ട് ഒരു കളവ് പറഞ്ഞിട്ടുണ്ടോ എന്നല്ല ചോദ്യം. 40 കൊല്ലം ജീവിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സെന്റൻസ് കളവാണെന്ന ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ അന്നത്തെ കഠിന ശത്രുവായ ബദറിന്റെ യുദ്ധം ഉണ്ടാകാൻ തന്നെ കാരണക്കാരൻ ഈ അബൂ സുഫിയാനാണ്. ഉഹദിന്റെ പടക്കളത്തിൽ ശത്രുക്കളെ നേതാവ്. ഉഹദ് എന്ന് പറഞ്ഞാൽ അതേ മദീനയിലും പുറത്തുമുള്ള ജൂതന്മാരും അതുപോലെ മക്കയിലുള്ള മുശ്രിക്ക് ഖുറൈശികളും എല്ലാവരും കൂടി അള്ളാന്റെ റസൂലിനെതിരിൽ വന്ന വലിയ ഭീമാകാരമായ സേനയാണ് ഉഹദിന്റെ സേന. ആ സേന വന്നപ്പോഴ് റസൂലുള്ളാഹിയുടെ തലയെടുക്കാൻ വന്നപ്പോഴ് ശത്രുക്കളെ തലവനാരായിരുന്നു? ഇതേ അബൂ സുഫിയാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത 2-ാം വർഷത്തിൽ ബദറും ഉഹദും കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോഴ് ഹിജ്റയുടെ 5-ാം വർഷം ദുൽഖഅദ മാസത്തില് അതേ വരുന്നു വീണ്ടും റസൂലുള്ളാഹിനോട് പ്രതികാരം ചോദിക്കാൻ. ഖന്തഖിൽ വെച്ച് വലിയ യുദ്ധം നടക്കുകയാണ്. ആ ഖന്തഖ് യുദ്ധത്തിന്റെ തലവനാരാ? ശത്രുക്കളെ തലവനാരാ? മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, ആ തലവന്റെ പേരാണ് അബൂ സുഫിയാൻ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ നേതാവിന്റെ പേരാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു. അബൂ സുഫിയാനോട് ചോദ്യം, 40 കൊല്ലത്തിന്റെ അടുക്ക് മുഹമ്മദ് പറഞ്ഞ വല്ല വാക്കിനെ പറ്റിയും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടോ? ഇല്ല. അദ്ദേഹം പറയുന്നില്ല. 40 കൊല്ലം ജീവിച്ചിട്ട് ഒരു കളവ് പറഞ്ഞത് കളവാണെന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാചകത്തിനെ പറ്റി ഞങ്ങൾക്കങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ ഇതെന്തിനാ ഞാൻ പറഞ്ഞതറിയോ മുഅ്മിനീങ്ങളെ? അള്ളാന്റെ റസൂലിന്റെ യുവത്വകാലം, ബാല്യകാലം, യൗവനകാലം, ശൈശവകാലം, ഇതൊക്കെയാ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ യുവത്വകാലത്തിലല്ല എല്ലാ പെണ്ണ് പിടിക്കാനും ഏത് തോന്നിയാസം ചെയ്യാനും മനുഷ്യൻ തയ്യാറാകുന്ന കാലം അവന്റെ നല്ല ചോരത്തിളപ്പുള്ള ടൈമാണ്. അള്ളാന്റെ ഹബീബായ തങ്ങളങ്ങനെ ചെയ്തിട്ടില്ല. എന്നിട്ടും 40 വയസ്സിലാണല്ലോ റസൂലുള്ളാഹി ആദ്യമായി ജനങ്ങളെ വിളിച്ചത്. അപ്പോൾ ബദർ യുദ്ധം ഉണ്ടായതും കത്തി എഴുതിയതൊക്കെ രാജാക്കന്മാർക്ക് കത്തി എഴുതിയതെല്ലാം അത് 55 വയസ്സിന്റെ ശേഷമാണ്. 40 വയസ്സിലാണ് റസൂലുള്ളാഹി ജനങ്ങളെ വിളിക്കാൻ തുടങ്ങിയത്. ആ വിളിക്കാൻ തുടങ്ങിയപ്പോ ശത്രുക്കള് റസൂലുള്ളാഹിനെ തെറി വിളിച്ചു. അള്ളാന്റെ ഹബീബായ നബി തങ്ങളെ സ്വഹാബികളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, കൊന്ന്
പലരെയും കൊന്നു. അങ്ങനെ മരണപ്പെട്ടു പോയ ഷഹീദായ പലരുമുണ്ട്. വെറ്റമുക്കിലെ വയത് കേൾക്കുന്ന പെങ്ങളെ, ആദ്യമായി ഷഹീദായത്, ഈ ഉമ്മത്തിൽ ആദ്യമായി ഇസ്ലാമിന് വേണ്ടി പിടഞ്ഞു മരിച്ചത് ഒരാണല്ല, ഒരു പുരുഷനല്ല, ഒരു പെണ്ണാണ് പെങ്ങളെ. ഒരു സഹോദരിയാണ് ഇസ്ലാമിന് വേണ്ടി ആദ്യമായി ജീവൻ വെടിഞ്ഞത്. എന്റെ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ, ഹബീബായ നബിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട അല്ലെങ്കിൽ ശിഷ്യകളിൽപ്പെട്ട സ്വഹാബികളിൽപ്പെട്ട ഒരു മഹദി, അതൊരു പെണ്ണാണ്. എന്താണ് അവരെ പേര് നിങ്ങൾക്ക് അറിയോ? ആർക്കും പറയാം. വലിയ സമ്മാനം തരും. തെറ്റിയാലും സമ്മാനം ഉണ്ടാവും, തെറ്റിയാലും സമ്മാനം ഉണ്ടാവും, ശരിയായാലും സമ്മാനം ഉണ്ടാവും. ആദ്യമായത് ഷഹീദായതാരാ? അസ്ഹർ സാഹിബിന് അറിയോ? അതെ, ഉസ്താദുമാര് പറയുന്നുണ്ട്. ഉസ്താദുമാരില്ലെന്നുള്ള മറുപടി അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അവർക്ക് എല്ലാവർക്കും ഇത് അറിയാം. എന്താ മോനെ ആദ്യമായി പറ, തെറ്റിയ കുഴപ്പമൊന്നുമില്ല. നമ്മളെ സഹോദരിമാരാരെങ്കിലും പറയുന്നുണ്ടോ? ആളെ കാണുന്നില്ല, പറയാം. ഒറ്റ പെങ്ങളെയും കാണുന്നില്ല, അതുകൊണ്ട് ഉറക്കെ പറഞ്ഞു കൊടുക്കാം. ആർക്കും അറിയില്ല. ഇതൊക്കെ പഠിക്കണം. അതാണ് ഇന്നത്തെ വിഷയം. തിരുനബിയുടെ ചരിത്രം പാടിപ്പറയുന്നു. ഇത് ഒരു ദിവസം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുറെ ദിവസങ്ങളോളം പറയണം. അതാ, അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അവരെ പേരാണ് മോനെ ആദ്യമായി ഇസ്ലാമിന് വേണ്ടി പടഞ്ഞു മരിച്ച ശത്രുക്കൾ. ശത്രുക്കളാ മഹദിയുടെ നാഭിയുടെ ഭാഗത്തിലേക്ക്, ഔറത്തിന്റെ ഭാഗത്തിലേക്ക് ഇരുമ്പിന്റെ ദണ്ട് കുത്തി കുത്തി ഇറക്കി. അബൂജഹലിന്റെ ആളുകൾ ഇങ്ങനെ കൈകൊട്ടിച്ചിരുത്ത്, കേട്ടൂടൻ കരം കൊട്ടിച്ചിരുത്ത്, കരം കൊട്ടിച്ചിരുത്ത്, കേട്ടൂടൻ കരം കൊട്ടിച്ചിരുത്ത്, കേളൂനൈശയത്തിൻ കളിപ്പിത്ത്. അവരിങ്ങനെ കൊട്ടിക്കൊട്ടി കരം കൊട്ടി ആർമാദിച്ചുകൊണ്ട്, അവരിങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആ മഹദിക്കെതിരിൽ തെറി വിളിക്കുമ്പോൾ, ആ മഹദി ആരാമോനെ പഠിച്ചു വെച്ചോ, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ആദ്യമായി ജീവൻ വെടിഞ്ഞതൊരാണല്ല, ഒരു പെണ്ണാണ് പെങ്ങളെ. ഇത്തരം വഅളുകൾ പഴയ കാലത്തും സംഘടിപ്പിക്കാറുണ്ട്. അള്ളാന്റെ ദീനിന് വേണ്ടി പിടഞ്ഞു മരിച്ചവരെ പറ്റിയുള്ള ഓർമ്മകൾ പുതുക്കാറുണ്ട്. അതുതന്നെയാണ്, അതുകൊണ്ട് തന്നെയാ നമ്മുടെ ബാപ്പമാര് രക്ഷപ്പെട്ടത്, നമ്മുടെ പൂർവികന്മാരായ ഉമ്മൂമ്മമാര് രക്ഷപ്പെട്ടത്. ഈ കൊല്ലം ജില്ലയിലും മുഹീദ്ദീമാല പാടുന്നവരായിരുന്നു നമ്മുടെ ഉമ്മൂമ്മമാര്, റിഫായിമാല പാടുന്നവരായിരുന്നു, നഫീസത്ത് മാല ചൊല്ലുന്നവരായിരുന്നു. അല്ലാഹ് തന്റെ അമ്പിനാലെ ആദരിത്താമൈതേ ഖാതിമൻ നബിന്റെ മകൾ ഫാത്തിമ ബി പേറ്റേ, നല്ല മകനായ ഹസനാരിലുൽ ബവീത്തേ, നാദർ സയ്യിദ് ഇബ്നു ഹസൻ എന്നവരിൽ ജനീത്തേ, ബല്ലിയെ കണക്കിൽ സുഹ്റ ബിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ഈ ബീവി നഫീസത്തെ, ചൊല്ലുവാൻ സനത്തിനാൽ നൂറും ചാതുർ പാത്തേ, ജബദനിൽ പക്കായ മക്കാദിക്കതിൽ ഊദിത്തേ, ഉദിത്ത് റബ്ബിൻ ഏകൽ പോലെ തോന ഇബാദത്തെ, ഉണ്മയിൽ ഇടവിടാതെ ദായിമൻ യെടൂത്തേ. ഇത് ഏത് മാലപ്പാട്ട് അങ്ങക്ക് അറിയോ? അല്ലാഹ് തന്റെ അമ്പിനാൽ ആദരിത്തമൈത്തെ ഖാത്തിമുൻ നബീന്റെ മകൾ ഫാത്തിമ ബി പെറ്റെ, നല്ല മകനായ ഹസനാരിൽ ഉത്ഭവിത്തെ, നാദർ സയ്യിദ് ഇബ്നു ഹസൻ എന്നവരിൽ ജനിത്തെ, ബല്ലിയെ കണക്കിൽ സുഹറ ബിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ഈ ബീവി നഫീസത്തെ. ഏത് മാലപ്പാട്ടോ അറിയോ? പറ. അങ്ങനത്തെ മാലപ്പാട്ടിന്റെ പേരൊക്കെ നമ്മൾ മറന്നുപോയല്ലോ അല്ലെ?
നഫീസത്ത് മാല. ഏത് മാല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ, ഫാത്തിമ ബീവിയാകുന്ന മകളുടെ മകന്റെ 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 മകളായ നഫീസ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റിയുള്ള ചരിത്രപ്പാട്ടുകളാണ്, മാലപ്പാട്ടുകളാണ്. അതൊക്കെയാണ് നമ്മളെ പഴയ കാലത്ത് നമ്മളെ ഉമ്മമാര് ചൊല്ലിയിരുന്നത്. ഏത് വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും, ഗർഭിണികൾ പ്രസവത്തിന് പ്രയാസപ്പെടുമ്പോഴും ഈ മാല ചൊല്ലലാണ്. ഞാന് 2 ദിവസം മുമ്പ് തിരുവനന്തപുരം ജില്ലയില് നിലമേലിന്റെ ഒക്കെ ഏകദേശം അടുത്തുള്ള ഒരു സ്ഥലത്ത്, കിളിമാനൂരിന്റെ ഒക്കെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ, കിളിമാനൂരിന്റെയും നിലമേലിന്റെ ഇടയിലുള്ള ഒരു തട്ടത്തുമല, അവിടെ ഞാൻ വയന്ന് പറഞ്ഞപ്പോഴേ അവിടെ നിന്ന് ഒരു രക്ഷിതാവ് വന്നിട്ട് പറഞ്ഞു, എന്റെ മോള് ഗർഭിണിയാണ് ഉസ്താദ്, ദുആർക്കണം. അല്ലാഹുവേ, നഫീസ ബീവിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഗർഭിണികളായ മക്കൾക്കും ഗർഭിണികളായ സഹോദരികൾക്കും ഭാര്യമാർക്കും സുഖപ്രസവം നൽകണേ അല്ലാ. ഞങ്ങളെ ആൺമക്കൾക്കും പെൺമക്കൾക്കും ശോഭനമായ ഭാവി ജീവിതം നൽകണേ അല്ലാ. എനിക്കുണ്ട് 2 പെൺമക്കളുണ്ട്, 1 ആൺകുട്ടിയുണ്ട്. നേരത്തെ 3 മക്കൾ മരണപ്പെട്ടു പോയിട്ടും ഉണ്ട്. അള്ളാഹു എല്ലാ മക്കളെയും മക്കളുടെ മക്കളെയും മരുമക്കളെയും നമ്മുടെ ഉമ്മവാപ്പമാരുടെ കൂടെ, നമ്മുടെ മരുമക്കളുടെ ഉമ്മവാപ്പമാരുടെ കൂടെ സ്വർഗത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാ. എന്നോട് ഈ കൊല്ലത്തുള്ള ഒരു സഹോദരന്മാര് പറയാണ്, നിങ്ങൾ എപ്പോ വന്നാലും ഉസ്താദെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ സൗകര്യമുണ്ട്, ആഹാരം കഴിക്കാൻ സൗകര്യമുണ്ട്, എപ്പോഴും എത്ര ദിവസമെങ്കിലും താമസിക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാഹു തആല നമ്മളെ സ്നേഹിച്ചവർക്ക്, നമ്മൾക്ക് ആഹാരങ്ങളും സ്നേഹങ്ങളും നൽകിയവർക്ക് റബ്ബേ, ദുനിയാവിൽ മാത്രമല്ല ദുനിയാവിൽ കൊടുത്തത് കൊണ്ട് വേണ്ടത്രയാവില്ല, സ്വർഗത്തിൽ പകരം കൊടുക്കണേ അല്ലാ. ദുനിയാവിലും അവർക്കും ഞങ്ങൾക്കും ബറക്കത്ത് ഇഷ്ടം പോലെ നൽകണേ അല്ലാ, ലിമിറ്റില്ലാതെ നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ വന്ന എല്ലാവർക്കും കച്ചവടങ്ങളിൽ, കൃഷികളിൽ, തൊഴിലുകളിൽ, ഞങ്ങളുടെ വിദ്യാഭ്യാസങ്ങളിൽ, വായനകളിൽ, പഠനങ്ങളിൽ, മനനങ്ങളിൽ, കണ്ണിന്റെ കാഴ്ചകളിൽ, കാതിന്റെ കേൾവികളിൽ ഞങ്ങൾക്കും ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും ഞങ്ങളുടെ ഭാര്യാമക്കൾക്കും ബന്ധുമിത്രാദികൾക്കും വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. ആരാണത് എന്നറിയോ? ആദ്യമായി ജീവൻ വെടിഞ്ഞ മഹദിയുടെ പേരാണ്, മറക്കണ്ട, ബീബി സുമയ്യ. ആര്? സുമയ്യ റളിയല്ലാഹു അൻഹാ. ആ സുമയ്യ ബീവിന്റെ പൊന്നുമോൻ, അവരെ പേരെന്താ? മക്കൾക്ക് പേരിടുമ്പോ അങ്ങനത്തെ പേരിടലാണ് ഒരു ബറക്കത്താണ്. അങ്ങനത്തെ പേരിട്ടാലും സുമയ്യ ബീവിയുടെ പൊന്നുമോന്റെ പേരാണ് അമ്മാർ. എന്താ മോന്റെ പേര്? അമ്മാർ. അമ്മാർ റളിയല്ലാഹു അൻഹു. എന്റെ അനുജന്റെ മോന്റെ പേര് അമ്മാർ എന്നാണ്. എന്റെ ചെറിയ അനുജൻ, ഞങ്ങൾ വാപ്പാക്കും എന്റെ വാപ്പാക്കും ഉമ്മാക്കും 7 മക്കളാ. അതിൽ ഏറ്റവും മൂത്തത് ഞാനാണ്. ഏറ്റവും 7ാമത്തെ മകന്റെ പേരാണ് ജഅഫർ. ആ ജഅഫറിന്റെ ഒരു മോനാണ്, ജഅഫറിന്റെ മോനാണ് അമ്മാർ. അല്ലാഹു തആല നല്ല മഹാന്മാരുടെയും മഹദികളെയും പേരിട്ടത് കൊണ്ടെങ്കിലും ഞങ്ങളെ മക്കളെയും കൊച്ചുമക്കളെയും പേരമക്കളെയും മരുമക്കളെയും ശിഷ്യന്മാരെയും അയൽവാസികളെ മക്കളെയും ഈ വെറ്റമുക്കൽ ഈ പരിപാടിക്ക് വന്ന മുഅ്മിനീങ്ങളുടെ മക്കളെയും എല്ലാ ചെറുപ്പക്കാരെയും യുവതികളെയും നന്നാക്കണേ അല്ലാ. സൽ സ്വഭാവികളാക്കണേ അല്ലാ. അറിവുള്ളവരാക്കണേ അല്ലാ. അദബുള്ളവരാക്കണേ അല്ലാ. അച്ചടക്കമുള്ളവരാക്കണേ അല്ലാ. ബറക്കത്തുള്ള വരുമാനമുള്ളവരാക്കണേ അല്ലാ. തൊഴിലുകളിൽ, ഏർപ്പാടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പലതും നഷ്ടപ്പെട്ടവരുണ്ട്, കേസ് നഷ്ടപ്പെട്ടവർ, പ്രമാണം നഷ്ടപ്പെട്ടവരെല്ലാം തിരിച്ചു കിട്ടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്താ മഹദിന്റെ പേര്? മറന്നങ്ങള് മഹദിയുടെ പേര് ഉറക്കെ പറ, ബാക്കിയുള്ളവർക്കൊന്ന് പറയാൻ പറ്റുമോ? സുമയ്യ റളിയല്ലാഹു അൻഹാ, ബീവി സുമയ്യ റളിയല്ലാഹു അൻഹാ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ അടിക്കടി ഉണ്ടായപ്പോഴ്, അതുമാത്രല്ല റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ വലിയ ദുഃഖമുണ്ടായി. എന്താ വലിയ ദുഃഖം ഉണ്ടായത്? എന്താ അറിയോ?
ആ രണ്ടുപേരുടെ മരണമാണ്. ഒരു മഹദിയും ഒരു മഹാനും. ആ രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്തവരാണ്. ആ രണ്ടുപേരും മരണപ്പെട്ടത് 3 ദിവസത്തിന്റെ ഡിഫറൻസിലാണ്. ഒരു മഹാനും ഒരു മഹദിയും മരണപ്പെട്ടു. ആ മരണപ്പെട്ടപ്പോ റസൂലുള്ളാഹിക്ക് മനസ്സിന് വല്ലാത്ത വേദന ഉണ്ടായി. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ ചരിത്രം പഠിക്കുമ്പോൾ, കിതാബ് നോക്കുമ്പോൾ നമ്മുടെ മദ്രസയിലും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലും അതുപോലെ മുഅ്മിനീങ്ങളുടെ സിലബസുകളിലെല്ലാം പഠിപ്പിക്കപ്പെടുന്നുണ്ട്. എന്ത്? ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷം, ആ ഒരു വർഷത്തിലാണ് ഈ രണ്ടുപേരും മരണപ്പെട്ടത്. ഒരാള് മരണപ്പെട്ടതിന്റെ 3-ാം ദിവസമാണ് മറ്റേയാൾ മരണപ്പെട്ടത്. ഒന്നാമതാരാ? 2 പേരുണ്ട്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ആമുൽ ഹുസൻ, ദുഃഖത്തിന്റെ വർഷം എന്നാണ് ആ കൊല്ലത്തിനെ പറ്റി അറിയപ്പെടുന്നത്. ആ വർഷത്തിന്റെ പേര് അങ്ങനെയാ. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ വല്ലാത്ത ദുഃഖം, സങ്കടം വന്നു ചേർന്ന വർഷം. എന്തേ കാരണം? ഈ ഒരു മഹാനും ഒരു മഹദിയും മരണപ്പെട്ട വർഷമാണ്. അതാരാന്നറിയോ നിങ്ങൾക്ക്? ആ 2 പേരാരാ? അതാ നമ്മൾ കൊച്ചു മക്കളതാ ഉത്തരം പറയുന്നത്. ഉറക്കെ പറയും. മദർസയിൽ പഠിച്ചത് ഇന്നലെ ക്ലാസ് എടുത്തതാ, ആ കുട്ടികൾ മറന്നിട്ടില്ല. പറമോനെ, ശരിയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരു ബർക്കത്തുള്ള പേരാളുള്ള കുട്ടികൾ പറഞ്ഞ് ഇടയ്ക്ക് മൈക്ക് ഓഫ് ആകുന്നുണ്ട്. അതുകൊണ്ട് എന്താ മൈക്ക് ഓഫ് ആകാൻ കാരണം? അത് വയല് പറയുന്ന ഉസ്താദിന് തോന്നുകയാണ് ബാക്കിലുള്ളവർക്ക് കേൾക്കണ്ട എന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് ഓഫ് ആകുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മൈക്കാണ് നമ്മുടെ ജൗഹർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഫ്രണ്ടിലേക്ക് വന്നോളൂ എന്ന് പറയാൻ കാര്യം. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ആരാന്നറിയോ? ഒന്ന് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ഖദീജ. അള്ളാഹുവിന്റെ റസൂലിന് നുബുവത്ത് കിട്ടിയപ്പോഴ് 40 വയസ്സായപ്പോഴ് ഖദീജ ബീവി ഉണ്ട് റസൂലുള്ളാഹിയുടെ കൂടെ. ഹബീബായ തങ്ങളെ 40 വയസ്സാകുന്നതിന്റെ 6 മാസം മുമ്പ് തന്നെ ആ ജബലുന്നൂർ എന്ന് പറയുന്ന മലമുകളിൽ ഹിറായിൽ ഇബാദത്ത് എടുക്കുകയാണ്. ഒറ്റയ്ക്ക് ഇബാദത്തെടുത്ത് നുബുവത്ത് കിട്ടി. ജിബ്രീലിനെ കണ്ട് നുബുവത്ത് കിട്ടി വരുമ്പോൾ എത്രയോ ദൂരണ്ട് റസൂലുള്ളാഹിയുടെ കൊച്ചു റൂമിൽ, റസൂലുള്ളാഹിയുടെ വീട്ടിൽ നിന്ന് ജബലുന്നൂറിലേക്ക് ഒരു 7-8 കിലോമീറ്റർ ദൂരം കാണും. ഒരു പക്ഷേ അന്ന് ഇന്നത്തേതിനേക്കാൾ ഏറെ ദൂരം കാണും. അങ്ങനെ ഉണ്ട് ഒരു ദൂരം. അന്ന് ദൂരം കൂടുതൽ, ഇന്ന് ദൂരം കുറവ്. അതേ ഉണ്ട്, അങ്ങനെ ഉണ്ട്. അതെന്താ കാര്യം? ഇന്ന് മലകൾ തുറന്നിട്ട് ടണലാണ്. മക്കത്ത് പോയവർക്കറിയാം. അഷ്റഫ് സാഹിബ് പോയിട്ടില്ലേ മക്കത്ത്? പോയിട്ടില്ല, തീരെ പോയിട്ടില്ല. പെട്ടെന്ന് തന്നെ പോകാനും പോയവർക്കും പോകാത്തവർക്കും പോകാനും മഖബൂലും മബ്റൂറുമായ ഹജ്ജുകൾ ഉംറകൾ ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉസ്താദ് നിങ്ങൾ പോയിട്ടില്ലേ? ഈ ഉസ്താദ് പോയിട്ടില്ല. ഉസ്താദിന്റെ പേരെന്താ? സിദ്ദീഖ് സുഹരി ഉസ്താദ്. അദ്ദേഹം തൃശ്ശൂരിൽ പോയി, കൊടുങ്ങല്ലൂരിൽ പോയി പഠിച്ചെങ്കിലും മക്കത്ത് പോകാൻ പറ്റിയിട്ടില്ല. ഉസ്താദ് നിങ്ങൾ പോയിട്ടില്ല? അദ്ദേഹം ഉംറക്ക് പോയി, ഹജ്ജിന് പോയിട്ടില്ല. ഹജ്ജിന് പോകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്ന് മക്കയിൽ പോയവർക്കറിയാം, കഅബാലയത്തിന്റെ ചുറ്റുഭാഗം വലിയ വലിയ ഹിൽസ്, വലിയ വലിയ മലകളാണ്. അറബ് നാട് മൊത്തം മലയാണ് അല്ലേ? അതിന് അറബ് നാട്ടിൽ പോകണമെങ്കിൽ എങ്ങോട്ട്? റിയാദിൽ നിന്ന് മക്കത്തേക്ക് പോകുമ്പോ ദുബൈയിൽ നിന്ന് ഉംറക്ക് പോയവരില്ലേ, ബസ്സിലൂടെ ശരിക്ക് കാണും. ഫ്ലൈറ്റിലൂടെ പോയാൽ കാണൂല. റിയാദ്, ദുബൈയിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, ഒമാനിൽ നിന്ന്, ബഹ്റൈനിൽ നിന്ന്, റിയാദിൽ നിന്ന്, ദമാമിൽ നിന്ന്, അങ്ങനെ വേറെ ഏതൊക്കെയോ സ്ഥലത്ത് നിന്ന് മക്കത്തേക്ക് ഉംറക്ക് വരുമ്പോൾ കാണാം മലകളാണ്. 100 കണക്കിന് കിലോമീറ്റർ മരുഭൂമിയാണ്. ഒരു മനുഷ്യനും ഇല്ല, ജീവായ ജന്തു ഇല്ല. ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാല് ഒരു ജീവായ ജന്തു ആ നാട്ടിലൊന്നുമില്ല. ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളതിന് അങ്ങനെ പറയാം. ഞങ്ങളുടെ ഒരു ശൈലി, ജീവായ ജന്തു ഇല്ല. മധ്യാഹ്ന വേളയിൽ പോലും ആ നാട്ടിലേക്കെത്തി നോക്കാറില്ല മാനവ ജീവികൾ. എത്തി നോക്കാറില്ല മാനവ ജീവികൾ. അങ്ങനെയുള്ള ആ മക്ക രാജ്യത്തിന്റെ ചുറ്റുഭാഗത്തും വലിയ മലനിരകളാണ്, മൊട്ടക്കുന്ന മലകളാണ്. ഇന്ന് ഓരോ മല തുറന്നിട്ട് വലിയ റോഡുകൾ വന്നുപോയി. പെഡസ്ട്രിയൻ
വേ അത് വേറുണ്ട്. പെഡസ്ട്രിയൻ വേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറബിയിൽ ത്വരീഖുൽ മുശാഹ് എന്ന് അവിടെ അറബിയിൽ ബോർഡ് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. മിനായിലേക്ക് പോകുമ്പോൾ കാണാം, കഅബയിൽ നിന്ന് മിനായിലേക്ക് ദുൽഹിജ്ജ 10 പോകൽ നിർബന്ധമാണ്. കാരണം കല്ലെറിയുള്ളത് മിനായിലാണ്. കല്ലെറിയേണ്ട സ്ഥലം ദുൽഹിജ്ജ 10-നും 11-നും 12-നും 13-നും ഹാജിമാര് കല്ലെറിയണം. അങ്ങനെ അവിടെ രാത്രിയിൽ താമസിക്കുകയും വേണം. അതൊക്കെ മിനായിലാണ്. അങ്ങനെ കഅബയിൽ നിന്ന് മിനായിലേക്ക് നടക്കുമ്പോ അല്ലെങ്കിൽ വാഹനത്തിൽ പോകുമ്പോ ഒരു റോഡ്, ആ റോഡിന്റെ പേരാണ് പെഡസ്ട്രിയൻ വേ എന്ന് പറയാൻ. എന്താ അർത്ഥം? പെഡസ്ട്രിയൻ വേ എന്ന് പറഞ്ഞാല് നടന്നു പോകുന്ന ആൾക്കാർക്കുള്ള വഴി എന്ന് അതിന്റെ അർത്ഥം. വാഹനത്തിന് പോകാനുള്ള റോഡ് വേറെ ഉണ്ട് എന്നർത്ഥം. അങ്ങനെ അതെ, അൽഹംദുലില്ലാ. നമ്മുടെ പ്രിയപ്പെട്ട അസ്ഹർ സാഹിബ് ദീനിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്നയാളാണ്. കൊട്ടുകാട് സ്വദേശിയാണ്. അല്ലാഹു തആല ബറക്കത്ത് നൽകണേ. അല്ലാഹ് ബക്കറ്റുമായിട്ട് പ്രവർത്തകന്മാർ വരുന്നുണ്ട്. എവിടെ നമ്മളെ ബക്കറ്റ് ഇങ്ങോട്ട് തുടങ്ങി മുന്നിന്ന് തുടങ്ങിക്കോളൂ. ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റേജിലെ ഉസ്താദുമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. മൂപ്പര് മക്കത്ത് പോയിട്ടില്ല. അതിനെ നിയ്യത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ബറക്കത്ത് നിങ്ങൾ വാങ്ങണം. അല്ലാഹു തആല നമ്മുടെ വളണ്ടിയറായ ഈ ഉസ്താദിനും വലിയ ബറക്കത്ത് നൽകണേ. അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹ്. ഉസ്താദ് കൊടുത്തോളി. അല്ലാഹു തആല സ്വതക്കന്റെ ബർക്കത്തുണ്ട് സുഹരി ഉസ്താദിനും ഞങ്ങൾക്ക് എല്ലാവർക്കും, അഷ്റഫ് സാഹിബിനും. അഷ്റഫ് സാഹിബ് സുഹരി ഉസ്താദൊന്നും തീരെ മക്കത്തും മദീനത്തും പോയിട്ടില്ല, മക്കത്തും പോയിട്ടില്ല. ഉസ്താദ് നിങ്ങളെ പേരെന്താ? നിസാം ഫാദിലി. ഇവിടെ എവിടെ നാട്? വലിയ വെറ്റമുക്കോ ചെറിയ വെറ്റമുക്കോ? കുറ്റിവട്ടം. രണ്ട് സ്ഥലത്തുമല്ല, രണ്ടിന്റെ ഇടയിലുള്ള ഒരു വട്ടത്തിലാണ് മൂപ്പരുള്ളത്. അത് നല്ലതാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല കൊച്ചു വെട്ടമുക്കലും എന്തുമുക്ക് വെറ്റമുക്കലും വലിയ വെറ്റമുക്കലും എല്ലാ നാടുകളിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഓരോരോ നാടിനൊരു പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോ നാടിനും, എൻ്റെ നാട്ടിലും അങ്ങനെ തന്നെ ഓരോ പേരൊക്കെ ഉണ്ടാവും. പൂക്കിപ്പറമ്പ് എന്ന ഒരു നാടിന്റെ പേര്. പൂക്കിപ്പറമ്പ് ആരും പൂക്കിയതുകൊണ്ടല്ല, ആ നാടിന്റെ പേര് അങ്ങനെയാണ്. കോഴിച്ചന, അവിടെ കോഴി ഉള്ളത് കൊണ്ടല്ല, കോഴി എല്ലായിടത്തുള്ള മാതിരി അവിടെയുണ്ട്. അവിടെ കോഴി കുറവാ. കാരണം വലിയ ഹൈവേ ആയതുകൊണ്ട് കോഴികൾ അങ്ങോട്ട് വരൂല. അഥവാ വന്നാൽ വാഹനത്തിനുള്ളിൽ കുടുങ്ങും ചെയ്യും. എന്നാലും നാടിന്റെ പേര് കോഴിച്ചന എന്നാണ്. അപ്പൊ അതുപോലെ ഓരോ നാടുകളിലും അല്ലാഹുവേ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ, രണ്ടുപേര് മരണപ്പെട്ടു. ഒന്നാരാണ്? ശ്രദ്ധിക്കണം. അള്ളാന്റെ ഹബീബായ തങ്ങളെ ജീവിതത്തിൽ ദുഃഖം സമ്മാനിച്ചുകൊണ്ട്, ഏറ്റവും വലിയ ദുഃഖം സമ്മാനിച്ചുകൊണ്ട് രണ്ടുപേര് മരണപ്പെട്ടു. ഒന്നാരാണ്? ബീവി ഖദീജ, റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ. രണ്ടാമത്തതാരാണ്? റസൂലുള്ളാഹിയുടെ പിതാവിന്റെ ജ്യേഷ്ഠ സഹോദരൻ, ഒരു ബറക്കത്തുള്ള മൂത്താപ്പയുണ്ട്. രണ്ടുപേരും മരണപ്പെട്ടത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതെ, ഒരു മാസത്തിലാണ്, ഒരു വർഷത്തിലാണ്, 3 ദിവസത്തിന്റെ ഡിഫറൻസിലാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നത്. രണ്ടുപേരും വഫാത്തായി. അങ്ങനെ ദുഃഖത്തിലാണ്ട്. റസൂലുള്ളാഹിക്ക് വലിയ വിഷമുണ്ടായി. ആറ്റൽ നബിയുടെ ഊറ്റം ഖദീജ ബിൻത് ഫതലെ, ഏറ്റമതേറ്റം കൂടിയിരിക്കും നേരമേ, വഹിയുടെ ജിബ്രീലോടയവൻ രേഖൽ ചൊൽപ്പടിയാലെ ഓതിട്ടമ്പൊടു സന്തോഷിക്കും ഭാവമേ. പട്ട് പുതച്ചൊരു ഫോട്ടോ കൊടുത്തു തിട്ടം കണ്ട് കൊതിച്ചോരേ, പട്ടും പടിവ സ്വർഗ കനിയുടെ കണ്ണിലടിച്ചത് മുത്താരേ, നക്ഷത്ര തിരുമുഖവടിവോ തരാജ സുന്ദരിയാളെ പുഷ്പിച്ചേകിയ നിക്കാഹും ചെയ്തോതിയേ.
ആറ്റൽ നബിയുടെ ഊറ്റം ഖദീജ ബിൻത് വഫാത്തായില്ലേ. റസൂലുള്ളാഹി വല്ലാതെ ഖദീജ ബി വഫാത്തായപ്പോൾ ഊറ്റമതേറ്റം കൂടിയിരിക്കും നേരമേ വലിയ വലിയ ദുഃഖത്തോടു കൂടി അപ്പോഴാ ജിബ്രീൽ വന്നത്, റസൂലുള്ളാഹിനെ കൊണ്ടുപോയത് എവിടത്തേക്ക്? ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ആ ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നപ്പോഴേ, മസ്ജിദുൽ അഖ്സായിൽ ചെന്നപ്പോഴേ, നേരത്തെ ജീവിച്ചവരും ജീവിച്ചു വഫാത്തായവരാണ് അമ്പിയാക്കന്മാര് ബഹുഭൂരിപക്ഷവും. ഈസാ നബിയെ പോലെ വഫാത്താകാത്ത 1-2 അമ്പിയാക്കളുണ്ട്. ആ വഫാത്തായവരും വഫാത്താകാത്തവരുമായ മുഴുവൻ നബിമാര്, ഖദർ നബി അലൈഹിസ്സലാം അടക്കമുള്ള വഫാത്താകാത്ത നബിയും, ബഹറിൽ ജീവിക്കുന്ന, കടലിൽ ജീവിക്കുന്ന ഇല്യാസ് നബിയും, ആകാശത്ത് ജീവിക്കുന്ന ഈസാ നബിയും, മറ്റു വഫാത്തായ മുഴുവൻ അമ്പിയാക്കളും വന്നിട്ടുണ്ട്. ഖബറിലുള്ളവർ ഖബറിൽ നിന്ന് വന്നിട്ടുണ്ട്. എവിടെ വന്നിട്ടുണ്ട്? മസ്ജിദുൽ അഖ്സ എന്ന പള്ളിയില് അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആ വന്ന മാസമാണ് റജബ് മാസം. വന്ന ഡേറ്റ് ആണ് 27-ാം രാവ്. കണ്ടോ അപ്പൊ വഫാത്തായവർക്ക് വരാൻ കഴിയും, അമ്പിയാക്കൾക്ക് വരുന്നതിന് പ്രയാസമില്ല. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ അമ്പിയാക്കളൊക്കെ വന്നു. എന്നിട്ടോ എല്ലാവർക്കും ഇമാമായി നബി തങ്ങൾ നിസ്കരിച്ചു. 2 റക്അത്ത് നിസ്കരിച്ചു. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബാക്കിൽ മഅ്മൂമായി മറ്റുള്ള എല്ലാ അമ്പിയാക്കളും നിസ്കരിച്ചു. വലിയ നീണ്ട സംഭവമാണ്. മിഅ്റാജ് എന്ന് പറയുന്ന ചരിത്രത്തിനെ പറ്റി മാത്രം 100 കണക്കായ ഗ്രന്ഥങ്ങൾ അറബി ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ പറയാൻ ടൈമില്ലല്ലോ സുഹൃത്തുക്കളെ. അങ്ങനെ റസൂലുള്ളാഹി പോവാണ് ജിബ്രീലിന്റെ കൂടെ. ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്ത് 1-ാമത്തെ ആകാശത്തിലെത്തിയപ്പോഴ് വാതിൽ മുട്ടുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു. അകത്ത് നിന്ന് ചോദിക്കുന്നു, ആരാണ്? ഞാൻ ജിബ്രീലാണ്. കൂടെയുള്ളത് മുഹമ്മദുർ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അകത്തുനിന്ന് ചോദിക്കുക ആരാണെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മൾ പിണങ്ങി പോകുന്നും വേണ്ട. ഏതോ ഒരു വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ കോളിംഗ് ബെല്ല് നമ്മൾ അടിച്ചാല് വീട്ടുകാരൻ അല്ലെങ്കിൽ വീട്ടുകാരി ചോദിക്കുകയാണ് ആരാണ്. അപ്പൊ എന്താ പറയേണ്ടത്? ഞാനാണെന്നല്ല, പിന്നെന്താ പറയേണ്ടത്? ഞാൻ ആ വെറ്റമുക്കിൽ ഒരു തവണ അതിൽ വന്ന തിരൂർക്കാരൻ മുസ്തഫ സഖാഫി ഉസ്താദാണ്. ആൾക്ക് മനസ്സിലാകുന്ന മാതിരി പറയണം. ഞാനാണെന്ന് പറഞ്ഞ ഇബ്ലീസ് പറഞ്ഞ മറുപടിയാ. ഞാൻ ആദമിനേക്കാളും മുന്തിയാനാണ്. ഈ ഞാൻ എന്നുള്ള മറുപടി ഇബ്ലീസിന്റെ മറുപടിയാ. അത് പരമാവധി ഒഴിവാക്കുക. പക്ഷെ ഒരാൾക്ക് കിബറൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ വല്ല കുഴപ്പമുണ്ടോ എന്നല്ല, കുഴപ്പമുണ്ട് എന്നല്ല പറഞ്ഞത്. നിയത്ത് നല്ലത് എങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമേടോ. നേരം വെളുത്താല് എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആകുമ്പോഴേക്കും 300-400 കോള് എന്റെ ഫോണിൽ വരാറുണ്ട്. ഏറെക്കുറെയൊക്കെ അറ്റൻഡ് ചെയ്യും, കുറെയൊക്കെ ആൻസർ ചെയ്യൂല. അപ്പൊ ചില ആൾക്കാർ പറയും അസ്സലാമു അലൈക്കും. അലൈക്കും സലാം. ആരാണ്? ഉസ്താദേ കേൾക്കില്ല, മനസ്സിലായില്ലേ? ഞാനാണ്. അപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ഞാനാണെന്ന് മനസ്സിലായി. ഏത് ഞാന്? ബാപ്പാന്റെ മോനായ ഞാന്. ആരാണ് വാപ്പ? വാപ്പന്നെ. അങ്ങനല്ല, ആൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണം. അപ്പൊ കണ്ടോ, 1-ാമത്തെ ആകാശത്തിൽ ചെന്നപ്പോഴേ ചോദിച്ചു ആരാണ്? പറഞ്ഞു മറുപടി, ഞാൻ ജിബ്രീൽ എന്ന മലക്കാണ്. നിങ്ങളെ കൂടെ ആരാ ഉള്ളത്? അപ്പൊ പറഞ്ഞു ആരാ ഉള്ളത്? മുഹമ്മദുർ റസൂലാണ്. ഉടനെ സ്വാഗതം റസൂലുള്ളാഹിക്ക് സ്വാഗതം. മർഹബയാ മർഹബ 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 മൗല മർഹബ മൗലൈ മർഹബയാ മർഹബ മർഹബ തിരുനബി സ്വാഗതമേ. റസൂലുള്ളാഹിക്ക് സ്വാഗതമരുളി. വാതിൽ തുറന്നപ്പോഴുണ്ട് 1-ാമത്തെ ആകാശത്തിൽ ആരുണ്ട്? സയ്യിദുനാ ആദം അലൈഹിസ്സലാം ഉണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശാരീരിക ലോകത്തിലുള്ള ബാപ്പയായ
ആദം നബി അള്ളാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ട്. ശാരീരിക ലോകത്തിലുള്ള വാപ്പയാണ്. ആത്മീയ ലോകത്തിലുള്ള വാപ്പ അത് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം ആത്മാവിനെ പടക്കപ്പെട്ടത് അള്ളാന്റെ റസൂലിന്റെ റൂഹിനെയാണ്, ഒളിവിനെയാണ് ആദ്യം പടക്കപ്പെട്ടത്. ശാരീരികമായി പടക്കപ്പെട്ടത് ആദ്യം പടച്ചത് ആദം നബിയെയാണ്. അതുകൊണ്ടാ പറഞ്ഞത് ശാരീരിക ലോകത്തിലുള്ള വാപ്പ ആര്? ആദം നബി അലൈഹിസ്സലാം അവിടെ ഉണ്ട്. സ്വാഗതം അരുളി. റസൂലുള്ളാഹിനെ സ്വീകരിച്ചു, ജിബ്രീൽ എന്ന മലക്കിനെ സ്വീകരിച്ചു. വീണ്ടും പ്രയാണം തുടരുകയാണ്. നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അത് അള്ളാന്റെ ദുനിയാവിലെയും അള്ളാന്റെ ആഖിറത്തിലെയും ഏറ്റവും വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിട്ട് രണ്ടാമത്തെ ആകാശത്തിലേക്ക് പോയി. അവിടെയും വേറെ നബിമാരുണ്ട്. അതാ ഒരു ആകാശത്ത് ചെന്നപ്പോഴുണ്ട് ഈസാ നബിയുണ്ട്. കൂടെ വേറെ ഒരു നബിയുണ്ട്. അതാരാ? ഈസാ നബിയുടെ ഉമ്മയുടെ ഈസാ നബിയുടെ ഉമ്മയുടെ സഹോദരിയുടെ മകനുണ്ട്. ഉമ്മുമാടെ സഹോദരിയുടെ മകനുണ്ട്. അതാരാ? അത് യഹ്യാ നബി അലൈഹിസ്സലാം. ബന്ധുക്കളാണ് രണ്ടുപേരും. യഹ്യാ നബി മരിച്ചുപോയി ഖബറിലുള്ളത്, ഈസാ നബി മരിക്കാതെ ആകാശത്തുള്ളത്. ആകാശത്തിലുള്ള ഈസാ നബിയും വഫാത്തായി പോയി ഖബറിലുള്ള യഹ്യാ നബിയും രണ്ടുപേരും കൂടി ഒരേ ആകാശത്തിലേക്ക് രണ്ടുപേരും ബന്ധുക്കളാണ്. അവരതാ വന്നിരിക്കുന്നു റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ. അങ്ങനെ ചെന്ന് ആറാമത്തെ ആകാശത്തിലെത്തിയപ്പോഴ് മോനെ ആറാമത്തെ ആകാശത്തിൽ ആരാളുള്ളത് അറിയോ? ആരാ? അതാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. ആര്? ഉറക്കപ്പറ. ഏത് നബി? മൂസാ നബി. അതുകൊണ്ട് മൂസാ നബിന്റെ മൂസ എന്നുള്ള പേരിട്ടോളി നിങ്ങളെ മക്കൾക്കൊക്കെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൂസാ നബി പറഞ്ഞു. മൂസാ നബിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം അള്ളാന്റെ റസൂല് മദീന മസ്ജിദുൽ അഖ്സയിലേക്ക് കയറുന്നതിന് മുമ്പ് തൊട്ടപ്പുറത്താണ് മൂസാ നബിയുടെ ഖബർ. ആ ഖബറുകളൊക്കെ സിയാറത്തും ചെയ്തിട്ടാ വന്നിട്ടുള്ളത്. അപ്പൊ തന്നെ സിയാറത്ത് ചെയ്ത് അപ്പൊ അവരിൽ പൊരുത്തുണ്ടാവുമല്ലോ. ഉണ്ടാവും അല്ലെ? ഒരു സ്നേഹത്തോടു കൂടി ഒരാളെ പോയി സന്ദർശിച്ചാല് പൊരുത്തുണ്ടാവൂലേ? സ്നേഹം ഉണ്ടാവൂലേ? ഉണ്ടാവുമല്ലോ. ഇടക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് പോകണ്ടേ നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക്, കൂട്ടുകാരന്റെ കടയിലേക്ക്, ഗൾഫിലാണെങ്കിൽ കൂട്ടുകാരന്റെ റൂമിലേക്ക്. അപ്പൊ ഒരു സ്നേഹമൊക്കെ ഉണ്ടാവും. മൂസാ നബിയുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ട് റസൂലുള്ള ഈ പരിപാടി തുടങ്ങിയത്. അപ്പൊ മൂസാ നബി വലിയ സന്തോഷത്തിലുണ്ട്. ചുരുക്കി പറഞ്ഞ എത്രാമത്തെ ആകാശത്തിലാണ് മൂസാ നബി ഉള്ളത്? ആറാമത്തെ ആകാശത്തിലുള്ളത്. ആറാമത്തെ ആകാശം. ഏഴാമത്തെ ആകാശത്തിൽ ആരുണ്ട്? ആരാളുള്ളത്? ഇബ്രാഹിം നബി മണവാളൻ ഇരിക്കുമ്പോൾ ജബറായിൽ ഇവിടത്തിൽ ഇരിക്കുവാനല്ല പരണ്ടരുൾ ജവന്റിട്ടപ്പോഴുതുളർ വാകിയേ. ഖബർ കെട്ട് പുറപ്പെടായി ഒരുങ്ങുന്ന തരത്തെ ഹല്ലിലുള്ള സാറ ഉമ്മയുടെ അവസ്ഥകൾ തീരത്തെ അന്ന പോകും നോമൈ കൊള്ള മനസ്സന്തം നൂരത്തെ പത്തിനിമാരര മുത്തിമണത്താനേ മുഖം നെഞ്ചും ബത്തര സപ്പുതു ബത്ത് വരുത്താനേ ഉമ്മൈ കൂടെ ഞാനുമേ ഉണ്ടെന്നും കൂവിമാനിത രാജാസ്വരൂപി രത്തിന മുക്കുകളൊക്കെ എടുത്ത് ബിഡർബത്ത് തപനീയമാരും പല പണ്ടം ചമയത്ത് ചുവാതേടിൽ കേറ്റിയേ. ഏഴാമത്തെ ആകാശത്തിൽ ആരാളുള്ളത്? നിങ്ങൾ ആ പാട്ട് ശ്രദ്ധിച്ചില്ല? അതെ, ഇബ്രാഹിം അലൈഹിസ്സലാം. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയി. അർശ് കണ്ടു. അർശ് പോയി, കുർസി പോയി, ലൗഹി പോയി, ഖലം പോയി. കുറെ അങ്ങോട്ട് ചെന്നതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇനി എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വരാനുള്ള അനുവാദം ഇല്ല നബിയേ. ദഅനി, എന്നെ വിട്ടേക്കൂ നബിയേ. തഖദ്ദം, അവിടുന്ന് ഒറ്റക്ക് മുന്നോട്ട് പോയിക്കോളൂ, പേടിക്കണ്ട. അവിടത്തേക്ക് മാത്രം അനുവദിക്കപ്പെട്ട പ്രത്യേകമായ ലോകമാണ്. എനിക്കങ്ങോട്ട് പോരാൻ പറ്റൂല. പ്രൊഹൈബിറ്റഡ് ഏരിയ. രാജാക്കം ഓരോരോ രാജ്യത്തിന്റെ പല സ്ഥലത്തൊക്കെ നമ്മൾ ചെന്നാൽ, ഗൾഫിലൊക്കെ പോകുമ്പോ നമ്മൾ കാണും എന്ത്, ചില എംബസിയൊക്കെ ആ എംബസിന്റെ ചുറ്റുഭാഗത്ത് അല്ലെങ്കിൽ പട്ടാളക്കാരുടെ പ്രത്യേക ഏരിയ, ആ
അതിന് ഹിമ എന്നാണ് അറബിയിൽ പറയാ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ത് ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. ഇവിടുന്ന് അങ്ങോട്ട് കടക്കാൻ പാടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ് എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് കടക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂല് ഒറ്റക്ക് പോയിക്കോളൂ നബിയേ. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അങ്ങനെ ഒറ്റക്ക് പോയി അള്ളാന്റെ റസൂല് അവിടെ വെച്ച് കണ്ടു, അള്ളാനെ കണ്ടു. ആരും തെറ്റിദ്ധരിക്കണ്ട, അള്ളാന്റെ റസൂല് ഏറ്റവും മുകളിലാണ്, അള്ളാഹു തആല ഇരിക്കുന്നത് ഏറ്റവും മുകളിലാന്ന് വിചാരിക്കണ്ട. റസൂലുള്ളാഹിക്ക് അതിന് അള്ളാനെ കാണാൻ ഒരു അവസരം അവിടെ വെച്ച് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹ്ക്ക് എഴാൻ ആകാശത്തിന്റെ മുകളിൽ എന്നോ ഭൂമിയിലാണ് അള്ളാഹ് ഉള്ളത് എന്നോ അങ്ങനെ അള്ളാഹ്ക്ക് ഒരു സ്ഥലം വേണ്ട, പ്രത്യേക സ്ഥലം ഇല്ല. അള്ളാഹു തആലാനെ കണ്ടപ്പോൾ റസൂലുള്ളാഹ് പറയാണ്, സന്തോഷത്തോട് കൂടി പറയാണ്, അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹ്. എല്ലാ അഭിവാദ്യങ്ങളും പഴയ കാലത്ത് മദ്രസയിൽ പഠിച്ച കാലത്ത് ഉസ്താദുമാര് പറയും അത്തഹിയ്യാത്തു. എന്നെ പഠിപ്പിച്ച ഉസ്താദുമാര് മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഞങ്ങളുടെ നാട്ടിലെ ഇമാമായിരുന്ന ചീഫ് ഇമാമായിരുന്ന മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഞങ്ങളുടെ നാട്ടിലെ മദ്രസയിലെ സദർ ഉസ്താദായിരുന്നു. 4ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച തേമ്പലത്തെ ബാവ മുസ്ലിയാർ അക്കാലത്ത് അർത്ഥം പറഞ്ഞു അത്തഹിയ്യാത്തു എല്ലാ തിരുമുൽ കാഴ്ചകളും, അതായത് എല്ലാ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ എല്ലാ അഭിവാദ്യങ്ങളും, അൽ മുബാറകാത്തു അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളും, അസ്സലവാത്തു മുഴുവൻ പ്രാർത്ഥനകളും, അത്വയ്യിബാത്തു നന്മയുള്ള മുഴുവൻ സംഗതികളും ലില്ലാഹ് അത് നിനക്കാണ് റബ്ബേ. റസൂലുള്ള പറഞ്ഞ വാക്കാണ് അത്. ഏത്? അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അള്ളാന്റെ റസൂല് പറഞ്ഞപ്പോഴ് അല്ലാഹു നബി തങ്ങൾക്ക് നേരിട്ട് സലാം പറഞ്ഞതാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓ നബിയേ, അവിടത്തേക്ക് എന്റെ സലാമുണ്ട് നബിയേ, അവിടത്തേക്ക് എന്റെ റഹ്മത്തുകളും ബറക്കത്തുകളും ഉണ്ട് നബിയേ. അള്ളാന്റെ റസൂല് അള്ളാനെ കണ്ടോ? അള്ളാനെ കണ്ട ഒരേ ഒരാൾ ആരാണ്? ദുനിയാവിൽ വെച്ച് കണ്ടതാരാണ്? അത് അള്ളാന്റെ റസൂലാണ്. അങ്ങനെ കണ്ടപ്പോ വലിയ സന്തോഷമുണ്ടായി റസൂലുള്ളാഹിക്ക്. ആ കണ്ട സമയത്ത് അതെ അള്ളാഹ് പറയാണ്, തിരുനബിക്ക് എന്റെ സലാമുണ്ട്, എന്റെ റഹ്മത്തുകളുണ്ട്, എന്റെ ബറക്കത്തുകളുണ്ട്. ആ വലിയ സന്തോഷമുള്ള സമയത്ത് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ മറന്നില്ല. സ്വാഭാവികമായി മനുഷ്യന്മാർക്ക് മറവി സംഭവിക്കും വലിയ സന്തോഷത്തിന്റെ സമയത്ത്, അതുപോലെ വലിയ ദുഃഖത്തിന്റെ സമയത്താണ് എല്ലാം മറക്കുക. ആ വലിയ സന്തോഷത്തിന്റെ സമയത്ത് തിരുനബി തങ്ങൾ നമ്മളെ മറക്കാതെ പറയാണ്, അള്ളാഹിനോട് പറയാണ്, അസ്സലാമു അലൈനാ, എനിക്ക് മാത്രം പോരാ സലാം, എനിക്ക് മാത്രം പോരാ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, റബ്ബേ മുഴുവൻ മുഅ്മിനീങ്ങളായ അടിമകൾക്കും നിന്റെ സലാമു നൽകണം അല്ലാഹ്. അങ്ങനെ തിരിച്ചു വരുമ്പോ അല്ലാഹ് നിർബന്ധമാക്കിയത് 50 നേരത്തെ നിസ്കാരം. എത്ര മോനെ? ഒരു 50 നേരത്തെ നിസ്കാരം. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് വലിയ സന്തോഷമായ റാഹത്തായ വലിയ സമ്മാനമായിട്ട് അള്ളാഹ് പൊരുത്തപ്പെട്ട് നൽകിയതാ 50 വഖത്ത് നിസ്കാരം. മടങ്ങി വരുമ്പോ 6ാമത്തെ ആകാശത്തിൽ എത്തി. ആരുണ്ട് അവിടെ? നേരത്തെ ഉള്ള ആള് തന്നെ ഉണ്ട്. അതാരാ? 6ാമത്തെ ആകാശത്തിൽ ആരാ? മൂസ അലൈഹിസ്സലാം. മൂസാ നബി ചോദിച്ചു, എന്തായി? റാഹത്തായി, 50 നേരം എന്നോടും എന്റെ ഉമ്മത്തിനോടും നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി പറയാണ്, പറ്റില്ല നബിയേ, നിങ്ങളെ ഉമ്മത്തിന് കഴിയില്ല നബിയേ. റസൂലുള്ളാഹിക്ക് പ്രശ്നം ഉണ്ടാവൂല, അവിടുത്തെ ഉമ്മത്തിനെ കൊണ്ട് കഴിയില്ല. ഒരു ദിവസം 50 നേരം നിസ്കരിക്കാൻ കഴിയില്ല. പോയി ചുരുക്കി തരാൻ പറയണേ. നമ്മളോട് സ്നേഹം ഇല്ലാതിരിക്കോ മൂസാ നബിക്ക്? മൂസാ നബിയുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ടല്ലേ പോയത്. മൂസാ നബി പിന്നെ എങ്ങനെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ മറക്കൂല? റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് പ്രയാസം ഉണ്ടാകുമ്പോ പ്രയാസം മാറ്റാൻ ശ്രമിക്കും. അങ്ങനെ അള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട് അള്ളാഹിനോട് ചെന്നിട്ട് പറഞ്ഞു, റബ്ബേ എന്റെ ഉമ്മത്തിനെ കൊണ്ട് കഴിയൂല, ചുരുക്കി തരണം. അള്ളാഹു ചുരുക്കി കൊടുത്തു. 5 നേരം തഖ്ഫീൽ, റിഡക്ഷൻ, 5 ബാർ തഖ്ഫീൽ ഹേ. 5 നേരമുള്ളത് ചുരുക്കിയിട്ട്
ഇനി 45 നേരം നിസ്കരിച്ചാ മതി. അങ്ങനെ 45 വഖത്തും കൊണ്ട് മടങ്ങി വന്ന് 6ാമത്തെ ആകാശത്തിലെത്തിയപ്പോ മൂസാ നബി ചോദിച്ചു, എന്തായി? റസൂലുള്ളാഹി പറഞ്ഞു, 5 വഖത്ത് ചുരുക്കിയിട്ടുണ്ട്. മൂസാ നബി പറഞ്ഞു, 45 വഖത്ത് നിങ്ങളെ ഉമ്മത്തിനെ കൊണ്ട് കഴിയില്ല, പോയി ചുരുക്കി തരാൻ പറ. അള്ളാഹുവിന്റെ റസൂല് പോയി ചുരുക്കി തരാൻ പറഞ്ഞപ്പോ അള്ളാഹ് ചുരുക്കി 5 വഖത്ത് ചുരുക്കി 40 ആക്കി. കണ്ടോ? അങ്ങനെ 9 തവണ കഴിഞ്ഞിട്ട് വന്നപ്പോ 5 വഖത്തായി. 5 വഖത്തായപ്പോഴും മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, പറ്റൂല, നിങ്ങളെ ഉമ്മത്തിനെ കൊണ്ട് 5 വഖത്ത് കഴിയില്ല നബിയേ. അപ്പൊ ഈ 5 വഖത്ത് അള്ളാഹ് ഫർളാക്കിയപ്പോ അള്ളാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, ഓ നബിയേ, 5 നേരം നിസ്കരിച്ചാൽ മതി, 50 നേരം നിസ്കരിച്ച കൂലിയുണ്ടെന്നും പറഞ്ഞിട്ടാ വിട്ടിട്ടുള്ളത്. അതും കഴിഞ്ഞിട്ട് മൂസാ നബിയുടെ അടുക്കൽ വന്നപ്പോഴാ മൂസാ നബി പറയുന്നു, 5 വഖത്തും കഴിയൂല, അത് ചുരുക്കി തരാൻ പറ. ചുരുക്കി പറഞ്ഞ അപ്പൊ റസൂലുള്ളാഹി പോയില്ല. റസൂലുള്ളാഹിക്ക് ലജ്ജയായി. ഇനി അങ്ങോട്ട് മടക്കിപ്പോയി ചോദിക്കാൻ മടിയായി. റസൂലുള്ളാഹി പോയില്ല, ചോദിച്ചില്ല. 5 വഖത്ത് നിസ്കരിച്ചാൽ എത്ര നേരം? 50 നേരം നിസ്കരിച്ച കൂലിയാണ്. ഒറ്റ കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണം. ഈ 50 നേരം അല്ലാഹു തആല നിസ്കാരം ഫർളാക്കിയത് 5 നേരമാക്കി ചുരുക്കി കിട്ടിയത് ആരെ കൊണ്ടാണ്? സഹർ സാഹിബ്? ആരുടെ കാരണം കൊണ്ടാ? അതെ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാരണം കൊണ്ടാണ്. വഫാത്തായ ആൾക്കാർ, അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാർ, എനിക്കെന്താ പറയാൻ അവരോട് പറയാനുള്ളത്? അത് ശരിയാണ് അവർ പറയണത്. വഫാത്തായ മൂസാ നബിനെ കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. അങ്ങനെ നിങ്ങൾ പറയുന്ന ആളുകൾ ഒരു ദിവസത്തിൽ 50 നേരം നിസ്കരിക്കണം, അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ. മരണപ്പെട്ട അമ്പിയാക്കളൊന്നും അവരെ കൊണ്ടൊരു ഗുണവുമില്ല. ഔലിയാക്കന്മാര് കറാമത്തും ഇല്ല, മോജിസത്തും ഇല്ല. അമ്പിയാക്കന്മാർക്ക് മോജിസത്തും ഇല്ല എന്ന് പറയുന്നവർ ഒരു ദിവസത്തിൽ എത്ര നേരം നിസ്കരിക്കണം? 50 നേരം അവർ നിസ്കരിക്കുകയാണെങ്കിൽ ഓക്കെ. ഇത് മരണപ്പെട്ടവർ അവരെ കൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല, അമ്പിയാക്കന്മാര് ഗുണം ചെയ്യൂല എന്ന് പറയും ചെയ്യാ. വഫാത്തായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കെയർ ഓഫിൽ കിട്ടിയ ആനുകൂല്യം 50 വഖത്ത് അള്ളാഹ് ഫർളാക്കിയത്, പിന്നീട് 45 ചുരുക്കിയത് ആരെ വകയില? അത് മൂസാ നബിന്റെ കെയർ ഓഫാണ്. അതാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അവര് പറയുന്നതിലൊന്നും ഒരർത്ഥമില്ല. അതുകൊണ്ട് 5 വഖത്ത് നിസ്കരിക്കുമ്പോ ചിന്തിക്കേണ്ടത് എന്താണ്? മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് കിട്ടിയ തഹ്ഫീളാണ്, വഫാത്തായ മൂസാ നബിയെ കൊണ്ട് കിട്ടിയതാണ്. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾ ചുരുക്കുകയാണ്. നമുക്ക് നാളെയും പരിപാടിയുണ്ട്. നാളെ വജീന ഉണ്ട്. ഉണ്ടാവൂലേ? ഉണ്ടോല്ലേ? വജീന ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വരണം ഇൻഷാ അല്ലാഹ്. ഏറ്റവും ലാസ്റ്റ് ആണ് വജീനം കൊടുക്കുക. നാളത്തെ പരിപാടികളും അല്ലാഹുവേ ബറക്കത്താക്കണേ അല്ലാഹ്. കൂടുതൽ സമയം എങ്ങനെ പറഞ്ഞാൽ പ്രയാസമുണ്ട്. നാളെ എനിക്ക് മഗ്‌രിബിന് ശേഷം കർണാടക സ്റ്റേറ്റിൽ ഉള്ളാൾ ദർഗക്കടുത്താണ് പ്രസംഗിക്കാനുള്ളത്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ ചോദിക്കും, അവിടെ പോയി മലയാളം പറഞ്ഞാൽ മനസ്സിലാവും. ഒരു കുഴപ്പമില്ല, അവർക്കൊക്കെ മനസ്സിലാവും. ചില വേർഡ്സിലൊക്കെ ചില വാചകങ്ങളിലും പദങ്ങളിലൊക്കെ ഒരു വ്യത്യാസം വരുത്തിയാൽ മതി, അത്രേ ഉള്ളൂ. ജ്യേഷ്ഠൻ എന്ന് പറയുന്നോടത്ത് മൂത്തോൻ എന്ന് പറഞ്ഞാൽ മതി. അനുജൻ എന്ന് പറയുന്നോടത്ത് ഇളയോൻ എന്ന് പറഞ്ഞാൽ മതി. ഭാര്യ എന്ന് പറയുമ്പോൾ പെഞ്ഞായി എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ കുറച്ച് വാക്കുകൾ പഠിച്ചു വെച്ചാൽ, പെരിച്ചായി അല്ല പെഞ്ഞായി, കുറച്ച് വാക്കുകളൊക്കെ പഠിച്ചു വെച്ചാൽ വളരെ നല്ലതാണ്. കേരളക്കാരനായ ഒരു ഉസ്താദ് ഇത് പഠിച്ചിട്ട് അവിടെ പോയി, മൂപ്പർക്ക് മുഴുവൻ പഠിച്ചിട്ടില്ല, മൂപ്പർ അവിടെ പോയി പറഞ്ഞു, പ്രിയപ്പെട്ട പെരിച്ചാഴികളെ, ആൾക്കാർ കൂട്ടച്ചിരിയ. ഉസ്താദിന്റെ പേരൊക്കെ എനിക്കറിയാം, ആളെ പേര് ഞാൻ പറയണില്ല. നല്ല ആലിമാണ്, പക്ഷെ മൂപ്പർക്ക് അവിടുത്തെ ഭാഷ അറിയില്ല. അവിടെ മുസ്ലിങ്ങൾ സംസാരിക്കൽ കന്നഡ ഭാഷ അല്ല. അവിടെ ഈ ദക്ഷിണ കന്നഡ ജില്ലയിൽ മംഗലാപുരത്തിന്റെ പരിസരത്ത് ഭാഗത്തുള്ള മുസ്ലിങ്ങൾ സംസാരിക്കൽ ഉറുദു അല്ല. അവർക്കൊരു പ്രത്യേക ഭാഷ ഉണ്ട്, എഴുത്ത് ഇല്ലാത്തൊരു ഭാഷ. അതാണ് ലിപി ഇല്ലാത്ത ഭാഷ. അതിന് നക്കിനിക്ക് പ്യാരി എന്നൊക്കെ പറയും, പ്യാരി ഭാഷ, നക്കിനിക്ക് ഭാഷ എന്നൊക്കെ പറയും. അതിലങ്ങനെ ഭാര്യ എന്നുള്ളതിന് പെഞ്ഞായി എന്നാ പറയാ. അള്ളാഹുവേ, അപ്പൊ പല നാട്ടുകാരും പല ഭാഷക്കാരാണ്. എന്നാലും മലയാളം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത കുഴപ്പമൊന്നുമില്ല. അള്ളാഹു അവിടെയുള്ള മുഅ്മിനീങ്ങളെയും നമ്മളെയും ലോകത്ത് എല്ലാ സ്ഥലത്തുള്ള മുഅ്മിനീങ്ങളെയും കാത്തിരക്ഷിക്കണേ അല്ലാഹ്.
മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം അതൊരു മാസം പറഞ്ഞാലും അതേ ഒരു കൊല്ലം പറഞ്ഞാലും തീരൂല, അവസാനിക്കൂല. നമ്മൾക്കിപ്പോ ഓർമ്മയിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അത് നീ കബൂലാക്കണേ റഹ്മാനേ. ഈ വെറ്റമുക്കിലെ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പ്രവർത്തകന്മാരും സംഘടിപ്പിച്ചതാണ് ഈ പരിപാടി. ഇവർക്ക് പല പദ്ധതികളുണ്ട്, പാവങ്ങൾക്ക് സഹായിക്കാനുള്ള പല പരിപാടികളും ഇവരുടെ അജണ്ടയിലുണ്ട്. ഇതെല്ലാം അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ. സാന്ത്വനം ഭവന സഹായം, വീട് ഉണ്ടാക്കാൻ പാവങ്ങളെ സഹായിക്കുന്നു. സാന്ത്വനം കിണർ പദ്ധതി, പാവങ്ങൾക്ക് കിണറുണ്ടാക്കി കൊടുക്കുന്നു. വിവാഹധന സഹായം, ചികിത്സാ സഹായം, പഠന സഹായം, റിലീഫ് തുടങ്ങി നിരവധി സേവന സുഹൃതങ്ങളിലൂടെ SSF വെറ്റമുക്ക് യൂണിറ്റ് 14ാം വർഷത്തിലേക്ക് ചുവടുവെക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇവിടെ സിനിമാ നടികളെയും നടന്മാരെയും കൊണ്ടുവന്നിട്ട് വലിയ പരിപാടി ഉണ്ടാക്കിയതല്ല ഈ ചെറുപ്പക്കാർ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ വേറെന്തെങ്കിലും തോന്നിയാസല്ല ചെയ്തിട്ടുള്ളത്. അതല്ല, അല്ലെങ്കിൽ ഈ മുഅ്മിനീങ്ങളായ ചെറുപ്പക്കാര് അതേ ക്രിസ്മസിന് എന്തെങ്കിലും കേക്ക് മുറിക്കലല്ല ചെയ്തിട്ടുള്ളത്. അപ്പൊ കേക്ക് മുറിക്കുന്നതിൽ തെറ്റുണ്ടോ? ക്രിസ്ത്യാനികൾ കേക്ക് മുറിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു തെറ്റുമില്ല. ഇന്ത്യ രാജ്യം മതേതരത്വത്തിന്റെ രാജ്യമാണ്. ക്രിസ്ത്യാനികൾ അവരുടെ മതവിശ്വാസ പ്രകാരം അവർ ജീവിക്കണം. അവരുടെ മതാചാരം അവർ ചെയ്തോട്ടെ, നമ്മൾ അതിനെ മുടക്കാൻ പാടില്ല. മുടക്കലും ഫിത്ന ഉണ്ടാക്കലും അതിനെതിരിൽ ഭംഗമുണ്ടാക്കലും മറ്റു മതവിശ്വാസികളെ ആക്രമിക്കലും അത് ഏറ്റവും വലിയ ഫിത്നയാണ്. അതേസമയം മുസ്ലിങ്ങളായ നമ്മൾ സ്റ്റാർ തൂക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? ക്രിസ്ത്യാനികളായ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന്മാർ, അവരുടെ വിശ്വാസം എന്താണ്? ദൈവം മനുഷ്യന്റെ രൂപത്തിൽ ജനിച്ചു എന്നാണ് അവരെ വിശ്വാസം. അവർ വിശ്വസിച്ചോട്ടെ, നമുക്ക് കുഴപ്പമില്ല. ഇന്ത്യ രാജ്യത്ത് ആർക്കും എന്തും വിശ്വസിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. മുസ്ലിമിന്റെ വിശ്വാസ പ്രകാരം അത് ഏറ്റവും വലിയ തെറ്റായ വിശ്വാസമാണ്. ഒരു ദൈവം മനുഷ്യന്റെ രൂപത്തിൽ അവതരിക്കൂല്ല, വേറെ ഒരു രൂപത്തിലും അവതരിക്കൂല്ല. ലം യലിദ് വലം യൂലദ്. ഒരു പിതാവിന്റെയും മാതാവിന്റെയും മകനായി ദൈവം ജനിച്ചിട്ടില്ല. ദൈവപുത്രൻ എന്നാണ് അവർ പറയുന്നത് തന്നെ. ദൈവം മനുഷ്യനായി പുൽക്കൂട്ടിൽ ജനിച്ചു എന്നാണ്. അതുകൊണ്ട് ആ പുൽക്കൂട് ഉണ്ടാക്കി വെക്കുന്നത്. നമ്മൾ അങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കി വെക്കാൻ പാടില്ല. അപ്പൊ അവരെന്തിനാ സ്റ്റാർ തൂക്കുന്നത്? ആ യേശു എന്ന് പറയുന്ന ഉണ്ണിയേശു ജനിച്ചപ്പോഴ് ആകാശലോകത്ത് ജനങ്ങൾക്ക് കാണാൻ വേണ്ടി പ്രത്യേക നക്ഷത്രം ഉദയം ചെയ്തു. അതാണ് അവരെ വിശ്വാസം. അതിനു വേണ്ടിയാണ്, അതിനനുസ്മരിക്കാനാണ്, അതിന്റെ പ്രതീകമായിട്ടാണ് ഡിസംബർ മാസത്തിൽ സ്റ്റാർ കത്തിക്കുന്നത്, സ്റ്റാർ തൂക്കുന്നത്. നമ്മളങ്ങനെ സ്റ്റാർ തൂക്കാൻ പാടില്ല. മതസൗഹാർദ്ദം എന്ന പേരിൽ എന്ത് തോന്നിയാസം ചെയ്യാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ മതവിശ്വാസികൾ തമ്മിൽ, മനുഷ്യന്മാര് തമ്മിലുള്ള സൗഹാർദ്ദമാണ്. നമ്മുടെ അയൽവാസിയായ ജോസഫ് എന്ന് പറയുന്ന ചേട്ടൻ, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയായ കൃഷ്ണൻ എന്ന് പറയുന്ന ചേട്ടൻ ഒരു മുസ്ലിമിന്റെ അയൽവാസിയാണ്. രാത്രി 2 മണിക്ക് നിലവിളിക്കുന്നു, നെഞ്ചുവേദനയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ, കൃഷ്ണന്റെ വീട്ടിൽ, ലളിത ചേച്ചിയുടെ വീട്ടിൽ, ജോസഫിന്റെ വീട്ടിൽ, ചേട്ടന്റെ വീട്ടിൽ വണ്ടിയില്ല, വാഹനമില്ല. നമ്മുടെ വീട്ടിൽ കാറുണ്ടെങ്കിൽ നമ്മുടെ അയൽവാസിയെ നമ്മൾ കൊണ്ടുപോകണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവൻ മരണപ്പെട്ടാൽ അത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ വീട്ടിൽ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മയ്യത്ത് കൊണ്ടുവരുമ്പോ റസൂലുള്ള എഴുന്നേറ്റ് നിന്നു. ആരോ പറഞ്ഞു അത് മുസ്ലിമിന്റെ മയ്യത്തല്ല, ജൂതന്റെ മയ്യത്താണ്. റസൂലുള്ളാഹിയുടെ മറുപടി അതൊരു മനുഷ്യന്റെ മയ്യത്തല്ലേ എന്നായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മതസൗഹാർദ്ദം എന്ന് പറയുന്നത് വിവിധ മതവിശ്വാസികൾ തമ്മിലുള്ള സൗഹാർദ്ദമാണ്. മറ്റുള്ളവരുടെ എല്ലാ സംസ്കാരങ്ങളും നമ്മൾ വാരിപ്പുണരുക എന്നല്ല. അൽഹംദുലില്ലാഹ്, വെറ്റമുക്കിലുള്ള ഹിന്ദു സഹോദരന്മാർ, വെറ്റമുക്കിലുള്ള ക്രിസ്ത്യൻ സഹോദര സഹോദരിമാർ നമ്മുടെ ഈ പരിപാടിയുമായി സഹകരിക്കുന്നുണ്ട്. ഇവിടുത്തെ ചെറുപ്പക്കാർ അവർ കള്ളുകുടിയന്മാരല്ല എന്നുള്ളത് കൊണ്ട്
അവര് കള്ളുകുടിയന്മാരല്ല എന്നുള്ളത് കൊണ്ട് ആൾക്കാരെ ചെവി കേടെന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൈസ 25,000 രൂപ കൊടുക്കേണ്ടി വരും. നിങ്ങൾ ചെവിന്റെ ഫീസ് പോയാൽ അള്ളാഹു തആല ബർക്കത്ത് നൽകട്ടെ. ആമീൻ പറ. ഈ മൈക്ക് സെറ്റിന്റെ പേരെന്താണ്? പേര് മോനെ, ഇതിന്റെ പേര് പൊന്നൂസ്. അള്ളാഹു വലിയ അനുഗ്രഹം നൽകണേ അള്ളാഹ്. ആമീൻ പറ. കാരണം എന്താ പറയുക, ഇങ്ങനത്തെ സൗണ്ടൊക്കെ വരാതിരിക്കണമെങ്കിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യണം. അള്ളാഹു നമ്മുടെ മൈക്ക് സെറ്റിലും പൊന്നൂസ് നല്ലൊരു പേരാണ്. അള്ളാഹു ബറക്കത്ത് നൽകണേ അള്ളാഹ്. ആ ഓപ്പറേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പേരെന്താ? ഓടി വന്നല്ലോ ഇപ്പൊ ഒരാൾ. സുൽഫീക്കർ. സുൽഫീക്കർ ഉറങ്ങാൻ പാടില്ല. സാധാരണ ഓപ്പറേറ്റർമാരെ പോലെയല്ല. സാധാരണ ഓപ്പറേറ്റർമാർക്ക് ഓപ്പൺ ആക്കിയിട്ട് പിന്നെ ഏതാണ്ട് ഓൺ ചെയ്തിട്ട് പോയി ഉറങ്ങാവുന്നതാണ്. സുൽഫീക്കറിന് ഉറങ്ങാൻ പറ്റൂല. കാരണം ഈ ജാതി ഇടിവെട്ടിയിട്ട് ആൾക്കാരെ ചെവിയറ്റ കേടായാൽ സുൽഫീക്കറിനെല്ലാം കൂടി പ്രശ്നവും. അല്ലാഹു തആല നമ്മളെ സുൽഫീക്കറിനും വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പ്രവർത്തകര് ഇന്ന് വരെ ഒരു ഭീകര ആക്രമണ കേസിൽ കുടുങ്ങിയിട്ടില്ല. ഇന്ന് വരെ ഒരു തീവ്രവാദ കേസിൽ കുടുങ്ങിയിട്ടില്ല. അതേ സമയത്ത് കേരളത്തിൽ നിന്ന് ആടുമൈക്കാൻ എന്ന പേരിൽ അറബ് നാട്ടിലേക്ക് ആളെ കൊണ്ടുപോയ കേസിൽ കുടുങ്ങിയ പല ആളുകളും മുസ്ലിം നാമധാരികൾ കേരളത്തിലുണ്ട്. അല്ലാഹു തആല ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ ശിഷ്യന്മാരായ അനുയായികളായ SSFകാർക്ക് വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ മക്കൾക്കും SSFകാർക്കും ഞങ്ങളെ മക്കളൊക്കെയും ശോഭനമായ ഭാവിയുള്ളവരാക്കണേ അല്ലാഹ്. നീ നമ്മൾ നിർത്തിയ കാരണം ഏകദേശം സമയമായി എന്നുള്ള സുൽഫീക്കർ തന്നെ ഇപ്പൊ ഇടക്കിടക്ക് ഒച്ചങ്ങനെ കേട് വരുത്തുമ്പോൾ മതി നിർത്തിക്കാളി എന്നാ സുൽഫീക്കർ പറയണത്. ആയിക്കോട്ടെ, മൂപ്പർക്കും സുൽഫീക്കറിനും പോകാനുള്ള ടൈം ആയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ആയിക്കോട്ടെ. ഈ പ്രവർത്തകർ പറഞ്ഞിങ്ങനെ തോന്നുന്നുണ്ടല്ലേ, 10 മണി ആയാൽ പിന്നെ സുൽഫീക്കർ അതിന്റെ ഒച്ചൊക്കെ കേട് വരുത്തണം എന്ന് പറഞ്ഞ പോലെ ഉണ്ട് അല്ലേ? സുൽഫീക്കറിനോട് പറഞ്ഞിരുന്നോ 10 മണി ആയാൽ പിന്നെ സൗണ്ട് മോശമാക്കണം എന്നിട്ട് പറഞ്ഞിരുന്നോ? നിങ്ങൾ പറഞ്ഞിരുന്നോ ജൗഹറെ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചു 10 മണി ആയപ്പോഴേ സുൽഫീക്കർ ഇങ്ങനെ ബഹളം വെക്കുന്നുണ്ടപ്പോൾ. അല്ലാഹു തആല ആമീൻ പറയാം. നമ്മളെ സുൽഫീക്കറിന് അല്ലാഹു ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ഖൈർ കൊടുക്കണേ അല്ലാഹ്. പിന്നെന്ന് പറഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ ഇലക്ട്രിക് സാധനങ്ങൾ അല്പം കേട് വന്നു പോകും. അങ്ങനെയാണ്. ബൾബും അങ്ങനെ തന്നെ. നമ്മുടെ വീട്ടിലെ ബൾബാണെങ്കിൽ, നമ്മുടെ മോട്ടോർ ബൈക്കാണെങ്കിൽ, നമ്മുടെ കാറാണെങ്കിലൊക്കെ അങ്ങനെ. ഇന്നലെ ഞാൻ രാവിലെ തന്നെ കണിയാപുരത്തൊരു വീട്ടിൽ ചെന്ന്, അങ്ങനെ ജുമുഅന്റെ ടൈമായപ്പോൾ 12 മണി കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് അഷ്റഫ് ഹാജി എന്നാണ്, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കാറ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പൊ കാറിനൊരു പണക്കം. കാറ് ഞാൻ സ്റ്റാർട്ടാവൂല. അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ നമുക്ക് 2 വീലർ ഉണ്ട് എന്നാണ്. നിങ്ങൾക്കും 2 വീലർ ഉണ്ട്, എനിക്കും 2 വീലർ ഉണ്ട്. അതേതാ? നിങ്ങളെ ഒരു പേടിയും പേടിക്കണ്ട, നമ്മളെ 2 വീലർ 2 കാലാണ്, ആ 2 വീലറിൽ പോകാന്ന് പറഞ്ഞു ഞാൻ. അല്ല അതല്ല ഉസ്താദെ, വേറെ 2 വീലർ മോട്ടോർ ബൈക്ക് ഉണ്ട്, ഏതാണെങ്കിലും ഓക്കെ. അപ്പൊ 2 വീലർ നമുക്ക് അല്ലാഹു തആല തന്ന 2 വീലർ നമുക്ക് ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ തമാശ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കൊന്നും വേണ്ടട്ടോ. സുൽഫീക്കറിനും അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കട്ടെ. സുൽഫീക്കർ ആമീൻ പറ. സുൽഫീക്കറെ അല്ലാഹു എന്താണ്, നോട്ട് മാരീഡ് ആണല്ലേ സുൽഫീക്കർ? എത്ര കുട്ടികളുണ്ട് സുൽഫീക്കറിന്? സുൽഫീക്കർ ഒരു കുഞ്ഞിന്റെ പിതാവാണ്. ആ രണ്ടാമത്തെ കുഞ്ഞ് വഴിയിൽ വന്നിട്ടുണ്ട്, പകുതിയായിട്ടുണ്ട്. ബാക്കിയുള്ള വരവും നല്ല റാഹത്തുള്ള വരവാക്കണേ റഹ്മാനെ. അതായത് ഗർഭം പകുതിയായിട്ടുണ്ട്, 5 or 6 മാസമായിട്ടുണ്ടെന്ന ഉസ്താദ് പറയണത്. നല്ല റാഹത്തിൽ പ്രസവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും നബി തങ്ങളാൽ തുണ റബ്ബന. നമ്മൾ ദ്വാരിക്കുക,